അപ്പൊ നമുക്ക് നേരിട്ട് ക്ലാസ്സിലോട്ട് കിടക്കാം. അപ്പൊ നമ്മൾ വർക്ക്ഷോപ്പ് ടൂൾസ് പഠിക്കുന്ന സമയത്ത് എല്ലാവർക്കും അറിയുന്ന ആ വർക്ക്ഷോപ്പ് ടൂൾസ് പഠിക്കുന്ന സമയത്ത് നമ്മൾ അതിനെ മാർക്കിംഗ് ടൂൾസ് എന്നും മെഷറിംഗ് ടൂൾസ് എന്നും കട്ടിംഗ് ടൂൾസ് എന്നും വർക്ക് ഹോൾഡിംഗ് ഡിവൈസസ് ഇപ്പൊ ബെഞ്ച് വൈസ് പൈപ്പ് വൈസ് പിൻ വൈസ് തുടങ്ങിയ പോലെയുള്ള പൈപ്പ് എന്താ പറയുക നമ്മളുടെ വർക്ക് ഹോൾഡിംഗ് ഡിവൈസ് എന്നും പിന്നെ ഡ്രില്ലിങ് ഗ്രൈൻഡിങ് വെൽഡിങ് തുടങ്ങിയ എന്താ പറയുക നമ്മൾ എന്താ പറയുക കുറച്ചൊരു മെഷീനിങ് അല്ലെങ്കിൽ മെഷീൻ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ ഡ്രില്ലിംഗ് മെഷീൻ ഗ്രൈൻഡിങ് മെഷീൻ വെൽഡിംഗ് അറേഞ്ച്മെന്റ് അതായത് ഇപ്പൊ നമുക്ക് ഓക്സ സെറ്റ്ലിംഗ് ഗ്യാസ് വെൽഡിംഗ് അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ഇവിടെ പഠിക്കേണ്ടതുണ്ട്. അതേപോലെ തന്നെ എന്താ പറയുക ഫാസ്റ്റ്നേഴ്സ് നട്ട് ബോൾട്ട് അങ്ങനെയുള്ള കാര്യങ്ങളും ഒക്കെ നമുക്ക് പഠിക്കേണ്ടതുണ്ട്. അപ്പൊ നമ്മൾ ഇന്ന് പ്രധാനമായിട്ട് ഉദ്ദേശിക്കുന്നത് വ്യത്യസ്തമായിട്ടുള്ള മാർക്കിംഗ് ടൂളുകൾ അതേപോലെ ക്ലീനിങ് ടൂളുകളൊക്കെ ഉണ്ട് സ്ക്രാപ്പർ എന്നൊക്കെ പറയും അത്തരത്തിലുള്ള ടൂളുകളെ കുറിച്ചൊക്കെ ഒന്ന് മനസ്സിലാക്കുക എന്നുള്ളതാണ് നമ്മുടെ ഇന്നത്തെ പ്രധാനമായിട്ടുള്ള ലക്ഷ്യം എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് നേരിട്ട് ക്ലാസ്സിലോട്ട് കിടക്കാം. അപ്പൊ നമ്മൾ ഇന്ന് ആദ്യം നോക്കുന്നത് മാർക്കിംഗ് ടൂൾസ് തന്നെയാണ്. മാർക്കിംഗ് ടൂൾസ് ചിലപ്പോൾ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും സ്ക്രൈബർ എന്ന് പറഞ്ഞിട്ടുള്ള ടൂൾ അല്ലെ, എല്ലാവർക്കും അറിയുന്ന കാര്യമാണ് സ്ക്രൈബർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ടൂൾ. സ്ക്രൈബറിന് സത്യത്തിൽ പറയാം മെറ്റൽ വർക്കേഴ്സ് പെൻസിൽ എന്നാണ് പറയാം. മെറ്റൽ വർക്കേഴ്സ് പെൻസിൽ എന്നാണ് നമ്മൾ സ്ക്രൈബറിനെ പറയാറുള്ളത്. അതായത് നമ്മളൊരു വർക്ക് പീസിന്റെ മുകളിൽ മാർക്കിങ്ങുകൾ ചെയ്യണം. ഈ ഒരു വർക്ക് പീസിന്റെ മുകളിൽ നമുക്ക് എന്ത് ചെയ്യണം മാർക്കിങ്ങുകൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ അവിടെ നമ്മൾ എന്ത് ഉപയോഗിക്കുന്നു സ്ക്രൈബർ ഉപയോഗിക്കുന്നു. കാരണം നമ്മളൊരു മെറ്റൽ വർക്ക് പീസിന്റെ മുകളിലാണ് നമുക്ക് മാർക്ക് ചെയ്യേണ്ടത്. അവിടെ സാധാരണ ഒരു പെൻസിലോ കാര്യങ്ങൾ കൊണ്ടോ ഒന്നും കാര്യം നടക്കില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ അവിടെ നല്ല ഷാർപ്പ് ആയിട്ടുള്ള ഒരു മെറ്റലിന്റെ പീസ് ഉപയോഗിച്ചിട്ടാണ് എന്ത് ചെയ്യുന്നത് മാർക്ക് ചെയ്യുന്നത്. സാധാരണ ഒരു പെൻസിലിന്റെ പോലെ തന്നെയാണ് കാണാൻ എല്ലാവരും ഉപയോഗിച്ചിട്ടുണ്ട്. അപ്പോൾ മെറ്റൽ വർക്കേഴ്സ് പെൻസിൽ എന്നറിയപ്പെടുന്ന സ്ക്രൈബറിനെ കുറിച്ചാണ് നമ്മൾ ആദ്യം പറയുന്നത്. അപ്പൊ സ്ക്രൈബർ എന്താണ് ഒരു മാർക്കിംഗ് ടൂൾ ആണ് അല്ലെ. സ്ക്രൈബർ എന്താണ് ഒരു മാർക്കിംഗ് ടൂൾ ആണ്. എന്തിനു വേണ്ടിയാണെന്ന് ചോദിച്ചാൽ സ്ക്രൈബ് ലൈൻസ് എന്നാ പറയുക, ലൈനുകൾ വരയ്ക്കാനൊക്കെ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു മാർക്കിംഗ് ടൂൾ ആണ് എന്ത് സ്ക്രൈബർ എന്ന് പറയുന്നത്. സ്ക്രൈബർ നിർമ്മിച്ചിരിക്കുന്ന മെറ്റീരിയൽ കൂടി പഠിച്ചിരിക്കണം. സ്ക്രൈബർ നിർമ്മിച്ചിരിക്കുന്ന മെറ്റീരിയൽ ഹൈ കാർബൺ സ്റ്റീൽ കൊണ്ടാണ്. സ്ക്രൈബേഴ്സ് ആർ മെയ്ഡ് അപ്പ് ഓഫ് ഹൈ കാർബൺ സ്റ്റീൽ. സ്ക്രൈബർ നിർമ്മിച്ചിരിക്കുന്ന മെറ്റീരിയൽ കൂടി ഒന്ന് പഠിച്ചു വെക്കുക. സ്ക്രൈബേഴ്സ് ആർ മെയ്ഡ് അപ്പ് ഓഫ് ഹൈ കാർബൺ സ്റ്റീൽ എന്ന് കൂടി ഒന്ന് പഠിച്ചു വെക്കുക. എല്ലാവർക്കും അറിയുന്ന കാര്യമാണെന്ന് പ്രതീക്ഷിക്കുന്നു. അതേപോലെ ഈ സ്ക്രൈബറിന്റെ പോയിന്റ് ആംഗിൾ പഠിച്ചു വെക്കണം. സ്ക്രൈബറിന്റെ പോയിന്റ് ആംഗിൾ വരുന്നത് 15 ഡിഗ്രി ആണ് പറയാനുള്ളത് കേട്ടോ. സ്ക്രൈബറിന്റെ പോയിന്റ് ആംഗിൾ ഒക്കെ പറയാനുള്ള 18 to 15 അല്ലെങ്കിൽ 12 ഒക്കെയാണ് പറയാനുള്ളത്. 8 എന്നുള്ള രീതിയിലാണ് പറയാം. 8 to 15 വരെയൊക്കെയാണ് പറയാറ്. 12 എന്നുള്ള രീതിയിലും ഉത്തരങ്ങൾ കണ്ടിട്ടുണ്ട്. സ്ക്രൈബറിന്റെ പോയിന്റ് ആംഗിൾ കൂടി ഒന്ന് പഠിച്ചു വെക്കുന്നത് നല്ലതാണ്. അപ്പൊ സ്ക്രൈബർ എല്ലാവർക്കും അറിയാം ഒരു മാർക്കിംഗ് ടൂൾ ആണ് അല്ലെ. ഒരു മാർക്കിംഗ് ടൂൾ ആണ്. ഒരു മെറ്റൽ വർക്കേഴ്സ് പെൻസിൽ എന്നറിയപ്പെടുന്ന ഒരു മാർക്കിംഗ് ടൂൾ തന്നെയാണ് സ്ക്രൈബർ. എല്ലാവർക്കും അറിയാമെന്ന് പ്രതീക്ഷിക്കുന്നു. അങ്ങനെയാണെങ്കിൽ ഇനി നമുക്ക് മാർക്കിംഗ് മെറ്റീരിയൽസ് അല്ലെങ്കിൽ മാർക്കിംഗ് മീഡിയയെ കുറിച്ച് പഠിക്കേണ്ടിയിരിക്കുന്നു. എന്താണ് മാർക്കിംഗ് മെറ്റീരിയൽസ് അല്ലെങ്കിൽ മാർക്കിംഗ് മീഡിയ എന്ന് നമുക്ക് അറിയേണ്ടിയിരിക്കുന്നു. നമ്മളൊരു വർക്ക് പീസ്, ഞാൻ അപ്പോൾ ഇവിടെ ഒരു വർക്ക് പീസ് വരയ്ക്കുന്നുണ്ട്. നമ്മളൊരു സാധാരണ നമ്മളെ ഡിപ്ലോമയ്ക്കും ബിടെക്കിനും ഒക്കെ പഠിച്ച സമയത്ത് ഒരു മെറ്റൽ വർക്ക് പീസ് ഉണ്ടാവും. ഇതേപോലെ ഒരു മെറ്റൽ MS ഫ്ലാറ്റ് എന്ന് പറയും, മൈൽഡ് സ്റ്റീലിന്റെ ഒരു MS ഫ്ലാറ്റ് ഒരു വർക്ക് പീസ് നമ്മൾ മുറിച്ചെടുക്കും. മുറിച്ചെടുത്തിട്ട് നമ്മൾ ഇതിനകത്ത് ലൈനുകളൊക്കെ മാർക്ക് ചെയ്യും അല്ലെ. അതേപോലെ ഇങ്ങനെ കട്ട് ചെയ്യുന്ന ലൈനുകളും കട്ട് ചെയ്യുന്ന എന്തെങ്കിലും സ്റ്റെപ്പ് പോലെയുള്ളതൊക്കെ ഉണ്ടെങ്കിൽ ഇങ്ങനെ കൃത്യമായിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു മാർക്ക് ചെയ്യും. നമ്മൾ മാർക്ക് ചെയ്യുന്നതിന് മുമ്പ് സാധാരണഗതിയിൽ നമ്മളെ ചോക്ക് വെള്ളത്തിൽ മുക്കിയിട്ട്, സാധാരണ നമ്മളെ ബോർഡിൽ വരയ്ക്കാൻ ഉപയോഗിക്കുന്ന ചോക്ക് വെള്ളത്തിൽ മുക്കിയിട്ട് ഇതിന്റെ മുകളിൽ എന്ത് ചെയ്യുന്നു ഇങ്ങനെ വെച്ചിട്ട് എന്ത് ചെയ്യും ഇതിന്റെ മുകളിൽ വെച്ച് തേക്കും. അത് എന്തിനു വേണ്ടിയിട്ടാ ചെയ്യുന്നത്? നമ്മൾ ലൈന് മാർക്ക് ചെയ്യുന്ന ലൈനുകൾ ഉണ്ടാവുമല്ലോ, നമ്മൾ മാർക്ക് ചെയ്യുന്ന ലൈനുകൾ വളരെ കൃത്യമായിട്ട് കാണുവാൻ ആ ചോക്ക് പോലെയുള്ള വസ്തു നമ്മളെ സഹായിക്കും. അപ്പൊ മാർക്കിംഗ് മീഡിയ അല്ലെങ്കിൽ മാർക്കിംഗ് മെറ്റീരിയൽസ് എന്ന് പറഞ്ഞാൽ ഈ ചോക്കപ്പൊടി നമ്മൾ എന്താ പറയുക നമ്മളുടെ വർക്ക് പീസിന്റെ മുകളിൽ നമ്മൾ വെച്ച് തേക്കുന്ന ആ ചോക്ക് പൊടി എന്താണ് ഒരു മാർക്കിംഗ് മെറ്റീരിയൽ ആണെങ്കിൽ അല്ലെങ്കിൽ ഒരു മാർക്കിംഗ് മീഡിയ ആണ്. അതിന്റെ മുകളിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് ലൈനുകൾ വരയ്ക്കുന്നത്. അപ്പൊ ഈ മാർക്കിംഗ് മെറ്റീരിയൽസ് അല്ലെങ്കിൽ മാർക്കിംഗ് മീഡിയ എന്ന് പറഞ്ഞാൽ സിംപ്ലി അത് എന്താണ്, നമ്മൾ മാർക്ക് ചെയ്യുന്ന സ്ക്രൈബർ ഉപയോഗിച്ചിട്ടോ പഞ്ച് ഉപയോഗിച്ചിട്ടോ ഒരു വർക്ക് പീസിന്റെ മുകളിൽ മാർക്ക് ചെയ്യുന്ന ലൈനുകൾ കൃത്യമായിട്ട് കാണുവാൻ വേണ്ടി ഉപയോഗിക്കുന്ന വസ്തുക്കളെയാണ് മാർക്കിംഗ് മീഡിയ അല്ലെങ്കിൽ മാർക്കിംഗ് മെറ്റീരിയൽസ് എന്ന് പറയുന്നത്. ഒരിക്കൽ കൂടി പറയുന്നു, നമ്മൾ ഒരു വർക്ക് പീസിന്റെ മുകളിൽ വരയ്ക്കുന്ന ലൈനുകളെ അല്ലെങ്കിൽ പഞ്ച് വെച്ചുന്ന മാർക്കിങ്ങുകളെ കൃത്യമായിട്ട് കാണുവാൻ വേണ്ടി ഉപയോഗിക്കുന്ന വസ്തുക്കളെയാണ് മാർക്കിംഗ് മീഡിയകൾ എന്ന് പറയുന്നത്. അതിൽ ഒന്നാമത്തത് എല്ലാവർക്കും അറിയാം വൈറ്റ് വാഷ്, രണ്ടാമത്തത് സെല്ലുലോസ് ലാക്കർ എന്നറിയപ്പെടുന്ന ഒരു വസ്തു, മൂന്നാമത്തത് പെർഷ്യം ബ്ലൂ, നാലാമത്തത് കോപ്പർ സൾഫേറ്റ്. അപ്പൊ ഇത്തരത്തിലുള്ള 4 മാർക്കിംഗ് മീഡിയയെ കുറിച്ചാണ് നമുക്ക് പ്രധാനമായിട്ടും പഠിക്കാനുള്ളത്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ആദ്യത്തേത് എന്താണ് വൈറ്റ് വാഷ് എന്ന് പറയും. എന്താണ് വൈറ്റ് വാഷ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വൈറ്റ് വാഷ് എന്ന് പറയുന്ന മാർക്കിംഗ് മീഡിയ നിങ്ങൾ എല്ലാവരും ഉപയോഗിച്ചിട്ട് ചോക്കപ്പൊടി, സാധാരണ
ചോക്കപ്പൊടി അല്ലെങ്കിൽ ചോക്ക് വെള്ളത്തിൽ മുക്കിയിട്ട് നമ്മളെ വർക്ക് പീസിന്റെ മുകളിൽ, അപ്പൊ ഇതൊരു വർക്ക് പീസ് ആണെങ്കിൽ ഇതൊരു വർക്ക് പീസ് ആണെന്ന് കരുതുക. ഞാൻ ഇതിന്റെ മുകളിൽ ഒരു ചോക്കപ്പൊടി, ആ ചോക്കപ്പൊടി എന്ത് ചെയ്യുന്നു, ഇങ്ങനെ വെച്ച് തേക്കുന്നു. ഇങ്ങനെ വെച്ച് ഇതിന്റെ മുകളിൽ മൊത്തം എന്ത് ചെയ്യുന്നു, ചോക്ക് പൗഡർ കോട്ട് ചെയ്യുന്നു. എന്നിട്ട് നമ്മൾ ലൈന് മാർക്ക് ചെയ്യുന്നു. എന്നിട്ട് ഇതിന് മുകളിൽ നമ്മൾ എന്ത് ചെയ്യുന്നു, എന്നിട്ട് ഇതിന് മുകളിലായിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, ലൈന് മാർക്ക് ചെയ്യുന്നു. എന്നിട്ട് ഇതിന് മുകളിലായിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, ലൈന് മാർക്ക് ചെയ്യുന്നു. ഇതിന് മുകളിലായിട്ട് എന്ത് ചെയ്യുന്നു, ലൈന് മാർക്ക് ചെയ്യുന്നു. ഇതിനെയാണ് നമ്മൾ എന്ത് പറയാ, വൈറ്റ് വാഷ് എന്ന് പറയുന്നത്. നല്ല രീതിയിൽ വിസിബിൾ ആയിരിക്കും. അപ്പൊ നമ്മൾ ഈ വൈറ്റ് വാഷിന്റെ മുകളിൽ ലൈന് മാർക്ക് ചെയ്യുന്ന സമയത്ത് വെറും ഒരു മെറ്റലിന്റെ മുകളിൽ ലൈന് മാർക്ക് ചെയ്യുന്ന പോലെയല്ല, ഈ വൈറ്റ് വാഷിന്റെ മുകളിൽ നമ്മൾ ലൈൻ മാർക്ക് ചെയ്യുന്ന സമയത്ത് നല്ല രീതിയിൽ വിസിബിൾ ആയിട്ട് നമുക്ക് കാണുവാൻ സാധിക്കും. അവിടെ ചോക്ക് പൗഡർ മിക്സ്ഡ് വിത്ത് വാട്ടർ ആണ്. വൈറ്റ് വാഷിന്റെ കേസ് ചോക്ക് പൗഡർ മിക്സ്ഡ് വിത്ത് വാട്ടർ ആണ്. വൈറ്റ് വാഷ് ഈസ് അപ്ലൈഡ് ടു റഫ് സർഫസ്. റഫ് സർഫസുകളിലാണ് സാധാരണഗതിയിൽ വൈറ്റ് വാഷ് സാധാരണഗതിയിൽ ഉപയോഗിക്കാറുള്ളത്. വൈറ്റ് വാഷ് എന്ന് പറയുന്ന ഈ ഒരു മാർക്കിംഗ് മീഡിയം കൂടുതലായിട്ടും എവിടെയാണ് ഉപയോഗിക്കുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, വൈറ്റ് വാഷ് എന്ന് പറയുന്ന ഈ ചിത്രത്തിൽ നമ്മൾ പറഞ്ഞിരിക്കുന്ന പോലെയുള്ള മാർക്കിംഗ് മീഡിയ കൂടുതലും റഫ് സർഫസിൽ, അതായത് ഉപരിതലം കുറച്ച് റഫ് ആയിട്ടുള്ള സർഫസുകളിലൊക്കെയാണ് നമ്മൾ കൂടുതലായിട്ടും വൈറ്റ് വാഷ് എന്ന് പറയുന്ന ഈ ഒരു മാർക്കിംഗ് മീഡിയം ഉപയോഗിച്ച് കാണുന്നത്. അപ്പൊ ഒരു മാർക്കിംഗ് മീഡിയം കഴിഞ്ഞു. രണ്ടാമത്തെ മാർക്കിംഗ് മീഡിയം ഏതാണ്? സെല്ലുലോസ് ലാക്കർ. രണ്ടാമത്തെ മാർക്കിംഗ് മീഡിയം ഏതാണ്? സെല്ലുലോസ് ലാക്കർ എന്ന് പറയും. സർ ഒരു മിനിറ്റ്. സെല്ലുലോസ് ലാക്കർ എന്ന് പറഞ്ഞാൽ ഒരു തരം പശ പോലെയുള്ള ഒരു വസ്തുവാണ്. നമ്മൾ ഇതാ ഈ വാർണിഷ്, മരങ്ങൾക്ക് മുകളിലൊക്കെ അടിക്കുന്ന വാർണിഷ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. മരത്തിന്റെ മുകളിൽ, വാതിലിന്റെ മുകളിൽ, ജനൽ പൊളികളുടെ മുകളിലൊക്കെ അടിക്കുന്ന വാർണിഷ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ആ വാർണിഷ് കുറച്ച് തിക്കായിട്ടുള്ള പേസ്റ്റ് പോലെയുള്ള ഒരു വസ്തുവാണ് അല്ലെ. അതേപോലെ കുറച്ച് തിക്കായിട്ടുള്ള ഒരു പെയിന്റ് പോലെ ഇരിക്കും. പെയിന്റ് എന്ന് പറയാൻ പറ്റില്ല, ഒരു വാർണിഷ് പോലെ ഇരിക്കുന്ന വസ്തു നിങ്ങൾ കണക്കാക്കിക്കോ. മെഴുകു പോലെ അല്ലെങ്കിൽ വാർണിഷ് പോലെ ഇരിക്കുന്ന ഒരു വസ്തുവിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, സെല്ലുലോസ് ലാക്കർ എന്ന് പറയുന്നത്. അപ്പൊ ഞാനൊരു വർക്ക് പീസ്, അതിന്റെ മുകളിൽ ഈ ഒരു എന്താ പറയാ വാർണിഷ് പോലെ ഒരു പശ പോലെ ഇരിക്കുന്ന ഒരു സാധനം നമ്മൾ ആദ്യം വെച്ച് തേക്കും. എന്നിട്ട് അതിന്റെ മുകളിൽ നമ്മൾ ലൈനുകൾ മാർക്ക് ചെയ്യുമ്പോൾ കൃത്യമായിട്ട് വിസിബിൾ ആയിട്ട് കാണുവാൻ സാധിക്കും. ഇതൊന്നും നമ്മുടെ വർക്ക്ഷോപ്പുകളിൽ അങ്ങനെ ഉപയോഗിക്കാറില്ല. നമ്മൾ സാധാരണ ഇതിൽ എന്തേ ഉപയോഗിക്കാറുള്ളൂ, വൈറ്റ് വാഷ് മാത്രമേ ഉപയോഗിച്ച് കാണാറുള്ളൂ. കൊമേഴ്ഷ്യലി അവൈലബിൾ ആവുന്ന, അതായത് ലാർജ് ക്വാണ്ടിറ്റിയിൽ അവൈലബിൾ ആവുന്ന മാർക്കിംഗ് മീഡിയം ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സെല്ലുലോസ് ലാക്കർ ആണ്. നമ്മളിപ്പോ എന്താ പറയാ, ചോക്ക് പൗഡർ ആണെങ്കിലും അത് സ്മോൾ ക്വാണ്ടിറ്റി അല്ലെങ്കിൽ നമ്മളെ ചെറിയ ചെറിയ ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കുമെന്നല്ലാതെ സെല്ലുലോസ് ലാക്കർ ആണ്. കൊമേഴ്ഷ്യലി അവൈലബിൾ മാർക്കിംഗ് മീഡിയം ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സെല്ലുലോസ് ലാക്കർ ആണ്. ദിസ് മെയ്ഡ് ഇൻ ഡിഫറെന്റ് കളേഴ്സ് ആൻഡ് ഡ്രൈസ് വെരി ക്വിക്ലി. പെട്ടെന്ന് ഉണങ്ങുകയും വ്യത്യസ്ത കളറിൽ അവൈലബിൾ ആവുകയും ചെയ്യുന്ന ഒരു വസ്തുവാണ് സെല്ലുലോസ് ലാക്കർ എന്നറിയപ്പെടുന്ന ഈ ചിത്രത്തിൽ കാണുന്ന പോലുള്ള ഒരു മാർക്കിംഗ് മീഡിയം. ഞാനത് ഈ ചിത്രത്തിൽ വാർണിഷ് ആണ് കാണിച്ചിട്ടുള്ളത്. വാർണിഷ് പോലെ ഇരിക്കുമെന്ന് മനസ്സിലാക്കുക. ചെറിയൊരു പശ പോലെയൊക്കെ ഉള്ള ഒരു ഭാഗമാകും. അത് നമ്മളുടെ വർക്ക് പീസിന്റെ മുകളിൽ അങ്ങനെ വെച്ചിട്ട് പെയിന്റ് അടിക്കുന്ന പോലെ തേച്ച് വെക്കും. എന്നിട്ട് നമ്മൾ മാർക്ക് ചെയ്ത് കഴിഞ്ഞാൽ ലൈനുകൾ കൃത്യമായിട്ട് വിസിബിൾ ആവും. വ്യത്യസ്തമായിട്ടുള്ള കളറുകളിൽ കൊമേഴ്ഷ്യലി ലാർജ് ക്വാണ്ടിറ്റിയിൽ അവൈലബിൾ ആവുന്ന മാർക്കിംഗ് മീഡിയമാണ് സെല്ലുലോസ് ലാക്കർ. മറ്റൊന്ന് പർഷ്യം ബ്ലൂ. മൂന്നാമത്തെ മാർക്കിംഗ് മീഡിയം. രണ്ടെണ്ണം നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഏതൊക്കെയാ? ചോക്ക് പൗഡർ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. അതേപോലെ തന്നെ എന്താ പറഞ്ഞ സെല്ലുലോസ് ലാക്കർ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. മൂന്നാമത്തെ മാർക്കിംഗ് മീഡിയം ഏതാണ്? പർഷ്യൻ ബ്ലൂ എന്നറിയപ്പെടുന്ന ഒരു മാർക്കിംഗ് മീഡിയം. അതായത് ചിത്രത്തിൽ കാണുന്നതാണ് പർഷ്യൻ ബ്ലൂ എന്നറിയപ്പെടുന്ന ഒരു മാർക്കിംഗ് മീഡിയം. ദിസ് ഈസ് യൂസ്ഡ് ഓൺ ഫൈൽഡ് ഓർ മെഷീൻഡ് സർഫസസ്. This will give very clear lines but takes more time for drying than the other marking media. മറ്റ് മാർക്കിംഗ് മീഡിയയുടെ പോലെയുള്ള ഒരു മാർക്കിംഗ് മീഡിയം അല്ല പർഷ്യൻ ബ്ലൂ. ഈ പർഷ്യൻ ബ്ലൂ എന്ന് പറഞ്ഞാൽ അതേപോലെ ഒരു നീല പൊടിയായിട്ടാണ് കിട്ടുക. ഈ ചിത്രത്തിൽ കാണുന്ന പോലെ ഒരു നീല പൊടിയായിട്ടാണ് കിട്ടുക. ഇത് നമ്മൾ എന്ത് ചെയ്യുന്നു, വെള്ളത്തിലൊക്കെ മിക്സ് ചെയ്തിട്ട് കൃത്യമായിട്ടുള്ള രീതിയിൽ മിക്സ് ചെയ്തിട്ടതിന് ശേഷം നമ്മൾ വർക്ക് പീസിന്റെ മുകളിലേക്ക് വെച്ച് തേക്കുക. അതായത് പെയിന്റ് അടിക്കുന്ന പോലെ വർക്ക് പീസിന്റെ മുകളിൽ ഇങ്ങനെ തേച്ച് പിടിപ്പിക്കുകയാണ് ചെയ്യുന്നുണ്ടാവുക. അപ്പോൾ പ്രശ്നം എന്ന് പറയുന്നത് ഉണങ്ങാൻ കൂടുതൽ സമയം എടുക്കും. ഇപ്പൊ സെല്ലുലോസ് ലാക്കറും അതേപോലെ തന്നെ എന്താ പറയാ വൈറ്റ് വാഷ് ഒക്കെ പെട്ടെന്ന് ഉണങ്ങുന്നുണ്ടെങ്കിൽ ഏറ്റവും പെട്ടെന്ന് സെല്ലുലോസ് ലാക്കർ ആണ് ഉണങ്ങുക. അത് കഴിഞ്ഞാൽ വൈറ്റ് വാഷ്. പിന്നെന്താ, പർഷ്യൻ ബ്ലൂ കുറച്ച് സമയമൊക്കെ എടുത്തിട്ട് എന്ത് ചെയ്യുള്ളൂ, ഉണങ്ങുള്ളൂ എന്ന് മനസ്സിലാക്കുക. പക്ഷെ നമ്മൾ ഒരു വർക്ക് പീസിന്റെ മുകളിൽ കൃത്യമായിട്ട് ഒരു നീല കളർ ഇങ്ങോട്ട് കിട്ടും അല്ലെ. വർക്ക് പീസിന്റെ മുകളിൽ കൃത്യമായിട്ടൊരു നീല കളർ ഇങ്ങോട്ട് കിട്ടും. അപ്പൊ നമുക്ക് ലൈനുകൾ മാർക്ക് ചെയ്താൽ അത് എളുപ്പത്തിൽ വിസിബിൾ ആവാൻ ആ നീല കളർ നമ്മളെ സഹായിക്കും. എവിടെയാണ് പർഷ്യൻ ബ്ലൂ ഉപയോഗിക്കുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ, റഫ് സർഫസിലായിരുന്നു എന്ത് ഉപയോഗിച്ചിരുന്നത്, വൈറ്റ് വാഷ് സാധാരണഗതിയിൽ ഉപയോഗിക്കുന്നത് റഫ് സർഫസിലാണ് എന്നുണ്ടെങ്കിൽ പർഷ്യൻ ബ്ലൂ സാധാരണഗതിയിൽ ഉപയോഗിക്കുന്നത് മെഷീൻ ഫിനിഷ്ഡ് സർഫസിലാണ്. മെഷീൻ ഫിനിഷ്ഡ് സർഫസിലാണ് നമ്മൾ കൂടുതലായിട്ടും എന്ത് ഉപയോഗിക്കുന്നത്, പർഷ്യൻ ബ്ലൂ കൂടുതലായിട്ടും ഉപയോഗിക്കുന്നത്. മെഷീൻ ഫിനിഷ്ഡ് സർഫസിലാണ് പർഷ്യൻ ബ്ലൂ കൂടുതലായിട്ടും ഉപയോഗിക്കുന്നത്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ മറ്റൊരു മാർക്കിംഗ് മീഡിയം ഏതാണ്? മറ്റൊരു മാർക്കിംഗ് മീഡിയം ചിത്രത്തിൽ കാണുന്ന കോപ്പർ സൾഫേറ്റ് എന്ന് പറയും. അതായത് നാലാമത്തെ മാർക്കിംഗ് മീഡിയം. നമ്മൾ റഫ് സർഫസിൽ ഉപയോഗിക്കുന്ന ചോക്ക് പൗഡർ അല്ലെങ്കിൽ വൈറ്റ് വാഷിനെ കുറിച്ച് പഠിച്ചു. പെട്ടെന്ന് ഉണങ്ങുന്ന വ്യത്യസ്തമായിട്ടുള്ള കളറിൽ അവൈലബിൾ ആകുന്ന സെല്ലുലോസ് ലാക്കറിനെ കുറിച്ച് പഠിച്ചു. അവസാനമായിട്ട് മെഷീൻ ഫിനിഷ്ഡ് സർഫസുകളിലൊക്കെ ഉപയോഗിക്കുന്ന പർഷ്യൻ ബ്ലൂവിനെ കുറിച്ച് നമ്മൾ പഠിച്ചു. നാലാമതായിട്ട് നമ്മൾ നോക്കുന്ന മാർക്കിംഗ് മീഡിയം ഏതാണ്? കോപ്പർ സൾഫേറ്റ് എന്നറിയപ്പെടുന്ന ഒരു മാർക്കിംഗ് മീഡിയം ആണ്. എന്താണ് കോപ്പർ സൾഫേറ്റിന്റെ പ്രത്യേകത എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, കോപ്പർ
കോപ്പർ സൾഫേറ്റ് ഇതായി ചിത്രത്തിൽ കാണുന്ന പോലെ നീല കളറിൽ തന്നെയാണ് ഉണ്ടാവുക. ഇതിന് മലയാളത്തിൽ തുരിശ് എന്നൊക്കെ പറയാറുണ്ട്, കേട്ടിട്ടുണ്ടോ? തുരിശ് എന്നൊക്കെ പറയും, തുരിശ് എന്നൊക്കെ കോപ്പർ സൾഫേറ്റ് നമ്മൾ പറയാറുണ്ട്. ഒരു കീടനാശിനി ആയിട്ടൊക്കെ ഉപയോഗിക്കാറുണ്ട്. അതുകൊണ്ട് തന്നെ അതൊരു പോയിസണസ് ആയിട്ടുള്ള മാർക്കിംഗ് മീഡിയ ആണ്, പോയിസണസ് ആയിട്ടുള്ള മാർക്കിംഗ് മീഡിയ. ഇത് നമുക്ക് വെള്ളത്തിലൊക്കെ കലക്കിയിട്ട് വർക്ക് പീസിന്റെ മുകളിൽ വെച്ചിട്ട് വേണമെങ്കിൽ തേച്ച് കഴിഞ്ഞാൽ നല്ലൊരു നീല കളറൊക്കെ വർക്ക് പീസിന്റെ മുകളിൽ കിട്ടും. മാർക്ക് ചെയ്യുന്ന ലൈനുകൾ നല്ല ക്ലിയർ ആയിട്ട് കാണുകയൊക്കെ ചെയ്യും. പക്ഷെ ഇതിന്റെ പ്രശ്നം എന്ന് പറഞ്ഞാൽ പോയിസണസ് ആയിട്ടുള്ള വിഷാംശമുള്ള മാർക്കിംഗ് മീഡിയമാണ് ഏത്? കോപ്പർ സൾഫേറ്റ്. എന്നിരുന്നാൽ പോലും മെഷീൻ ഫിനിഷ്ഡ് സർഫസുകളിലൊക്കെ ഉപയോഗിക്കാണ്. അപ്പൊ മെഷീൻ ഫിനിഷ്ഡ് സർഫസിൽ ഏതൊക്കെ മാർക്കിംഗ് മീഡിയം ആണ് ഉപയോഗിക്കുക എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പർഷ്യൻ ബ്ലൂവും കോപ്പർ സൾഫേറ്റും മെഷീൻ ഫിനിഷ്ഡ് സർഫസിലാണ് ഉപയോഗിക്കുക. സെല്ലുലോസ് ലാക്കർ കൊമേഴ്ഷ്യലി അവൈലബിൾ ആവുന്നു, ഡിഫറെന്റ് കളേഴ്സിൽ, പെട്ടെന്ന് ഉണങ്ങുന്നു എന്ന് മനസ്സിലാക്കുക. വൈറ്റ് വാഷ് റഫ് സർഫസിലാണ് ഉപയോഗിക്കുക എന്നും മനസ്സിലാക്കി വെക്കുക. അപ്പൊ ഇത്രയുമാണ് നമ്മൾ എന്ത് പഠിക്കാനുള്ളത്? മാർക്കിംഗ് മീഡിയയുമായി ബന്ധപ്പെട്ട് പഠിക്കാം. ഇന്ന് നമ്മൾ പ്രധാനമായിട്ടും സ്ക്രൈബർ പഠിച്ചു, ഹൈ കാർബൺ സ്റ്റീൽ കൊണ്ട് നിർമ്മിക്കുന്ന സ്ക്രൈബറിനെ കുറിച്ച് പഠിച്ചു. അതേപോലെ തന്നെ പിന്നീട് നമ്മൾ ഏറ്റവും ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചത് വൈറ്റ് വാഷ് റഫ് സർഫസ്, സെല്ലുലോസ് ലാക്കർ പെട്ടെന്ന് ഉണങ്ങുന്നു, കൊമേഴ്ഷ്യലി അവൈലബിൾ ആവുന്നു, വ്യത്യസ്ത കളറിൽ അവൈലബിൾ ആണ്. പർഷ്യൻ ബ്ലൂ കൂടുതൽ സമയം എടുക്കും ഉണങ്ങാൻ, പക്ഷെ മെഷീൻ ഫിനിഷ്ഡ് ആയിട്ടുള്ള ഫയൽഡ് ആയിട്ടുള്ള സർഫസുകൾ ഉപയോഗിക്കാം. കോപ്പർ സൾഫേറ്റ് ആണെങ്കിലും മെഷീൻ ഫിനിഷ്ഡ് ആയിട്ടുള്ള ഫയൽഡ് ആയിട്ടുള്ള സർഫസുകൾ ഉപയോഗിക്കാം, പക്ഷെ പോയിസണസ് ആയിട്ടുള്ള മാർക്കിംഗ് മീഡിയ ആണ് എന്ന് മനസ്സിലാക്കി വെക്കാം. അപ്പൊ സ്ക്രൈബറും പഠിച്ചു, മാർക്കിംഗ് മീഡിയനെ കുറിച്ചും പഠിച്ചു. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇനി നോക്കാനുള്ളത് എന്താണ്? പഞ്ചിനെ കുറിച്ചാണ് അല്ലെ. പഞ്ച് എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാം, ചിത്രത്തിൽ കാണുന്ന ഒരു ടൂളാണ് എന്ത്? പഞ്ച് എന്ന് പറയുന്ന ഒരു ടൂള്. അപ്പൊ ഓൾറെഡി നമ്മൾ വർക്ക് പീസിന്റെ മുകളിൽ ലൈനുകളും കാര്യങ്ങളും ഒക്കെ കൊടുത്തിട്ടുണ്ടാവും. ഓൾറെഡി നമ്മൾ വർക്ക് പീസിന്റെ മുകളിൽ ലൈനുകളും കാര്യങ്ങളും ഒക്കെ കൊടുത്തിട്ടുണ്ട്. ഈ ലൈനുകൾക്ക് മുകളിൽ നമ്മൾ എന്ത് ചെയ്യുന്നു? ആ ലൈനുകൾ കൃത്യമായിട്ട് ഒന്നുകിലും നമ്മൾ സ്ക്രൈബർ ഉപയോഗിച്ച്, ഞാൻ അപ്പോൾ വരയ്ക്കുന്നുണ്ട്, സ്ക്രൈബർ ഉപയോഗിച്ച് ഒരു ലൈൻ ഇട്ടു. ഈ ലൈനുകൾ കുറച്ചും കൂടി വിസിബിൾ ആയി കാണാൻ വേണ്ടിയിട്ട് നമ്മൾ പഞ്ച് വെച്ചിട്ട് ഇങ്ങനെ എന്ത് ചെയ്യുന്നു? ഡോട്ടുകൾ ഇട്ട് പോകും അല്ലെ. പഞ്ച് വെച്ചിട്ട് ഇങ്ങനെ ഡോട്ടുകൾ, ഈ ചിത്രത്തിൽ കാണുന്ന പോലെ പഞ്ച് വെച്ചിട്ട് നമ്മൾ ഇങ്ങനെ ഡോട്ടുകൾ ആ വർക്ക് പീസിന്റെ മുകളിൽ, ആ ലൈനിന്റെ മുകളിൽ ഇട്ട് പോകും. അപ്പൊ നമ്മൾ മാർക്ക് ചെയ്ത ലൈനുകൾ കുറച്ചും കൂടി ക്ലിയർ ആയിട്ട് നമുക്ക് കാണുവാൻ സാധിക്കും. പഞ്ചുകൾ സാധാരണഗതിയിൽ മാർക്കിംഗ് ടൂൾ ആയിട്ട് തന്നെയാണ് പറയാറുള്ളത്. ആദ്യമായിട്ട് നമുക്ക് പഠിക്കാനുള്ള പഞ്ച് ഏതാണ്? ആദ്യമായിട്ട് നമുക്ക് പഠിക്കാനുള്ള പഞ്ച് പ്രിക് പഞ്ചാണ്. അതായത് ചിത്രത്തിൽ കാണുന്നതാണ് ഒരു പ്രിക് പഞ്ച് എന്ന് പറയുന്ന പഞ്ച്. പഞ്ചുകളെ നമ്മൾ ഈ പോയിന്റ് ആംഗിൾ വെച്ചിട്ടാണ് എന്ത് ചെയ്യാറുള്ളത്? പ്രധാനമായിട്ടും ക്ലാസിഫൈ ചെയ്യാറുള്ളത്. പോയിന്റ് ആംഗിളും ഉപയോഗമൊക്കെ വെച്ചിട്ടാണ് നമ്മൾ പഞ്ചുകളെ പ്രധാനമായിട്ടും എന്ത് ചെയ്യാറുള്ളത്? ക്ലാസിഫൈ ചെയ്യാറുള്ളത്. പഞ്ചിന്റെ പോയിന്റ് ആംഗിൾ 30 ഡിഗ്രി പോയിന്റ് ആംഗിൾ ഉള്ള 30 ഡിഗ്രി പോയിന്റ് ആംഗിൾ ഉള്ള ഒരു പഞ്ചിന് പറയുന്ന പേര്, 30 ഡിഗ്രി പോയിന്റ് ആംഗിൾ ഉള്ള പഞ്ചിന് പറയുന്ന പേരാണ് പ്രിക് പഞ്ച്. പ്രിക് പഞ്ചിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ എത്ര ഡിഗ്രിയാണ് പോയിന്റ് ആംഗിൾ വരുന്നത്? 30 ഡിഗ്രിയാണ് പോയിന്റ് ആംഗിൾ വരുന്നത്. അതേപോലെ തന്നെ 60 ഡിഗ്രി ആംഗിൾ ഉള്ള പഞ്ച് ഉണ്ട്. ചില ബുക്കുകളിൽ അത് എന്ത് പറയാറുണ്ട്? നമ്മളുടെ ചില ബുക്കുകളിൽ അതിന് നമ്മൾ എന്ത് പറയും? PDC എന്ന് പറയും. പ്രിക്ക് 30 ആണെങ്കിൽ ഡോട്ട് പഞ്ച് 60 ഡിഗ്രി, ഡോട്ട് പഞ്ച് എന്ന് പറയാം. ഡോട്ട് പഞ്ച് എന്നാണ് പറയാം. 60 ഡിഗ്രി പോയിന്റ് ആംഗിൾ ഉള്ള പഞ്ചിനെ ഡോട്ട് പഞ്ച് എന്നാണ് പറയാം. 90 ഡിഗ്രി പോയിന്റ് ആംഗിൾ ഉള്ള പഞ്ചിനെ സെൻട്രൽ പഞ്ച് എന്നുമാണ് പറയാറുള്ളത്. ഇതിന് ഓരോന്നിനും ഓരോ ഉപയോഗമുണ്ട്. പക്ഷെ ഈ 30, 60 ഒന്നിച്ചാണ് നമ്മൾ ITA ബുക്കുകളിലൊക്കെ പ്രിക് പഞ്ചിന്റെ പോയിന്റ് ആംഗിൾ 30 ഡിഗ്രി എന്ന് പറഞ്ഞാലും ശരിയാണ്, 60 ഡിഗ്രി എന്ന് പറഞ്ഞാലും ശരിയാണ്. ഇവിടെ ഈ ഡോട്ട് പഞ്ച് എന്നുള്ള പേര് നമ്മൾ ITA ബുക്കിൽ നമ്മൾ അങ്ങനെ പറഞ്ഞ് കേൾക്കാറില്ല. അപ്പോൾ പ്രിക് പഞ്ചിന്റെ ആംഗിൾ എത്രയാണെന്ന് വെച്ചാൽ 30 ഡിഗ്രി പോയിന്റ് ആംഗിൾ ഉള്ള പഞ്ചും പ്രിക് പഞ്ചാണ്, 60 ഡിഗ്രി പോയിന്റ് ആംഗിൾ ഉള്ള പഞ്ചും എന്താണ്? പ്രിക് പഞ്ചാണ് എന്ന് മനസ്സിലാക്കി വെക്കുക. എന്തിനു വേണ്ടിയിട്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പ്രിക് പഞ്ചിന്റെ ഉപയോഗം, എല്ലാ ടൂള് പഠിക്കുമ്പോഴും അതിന്റെ ഉപയോഗം നിങ്ങൾ തീർച്ചയായിട്ടും അതിന്റെ കൂടെ തന്നെ പഠിക്കേണ്ടിയിരിക്കുന്നു. എല്ലാ ടൂള് പഠിക്കുമ്പോഴും നിർബന്ധമായിട്ടും അതിന്റെ ഉപയോഗം കൂടി നിങ്ങൾ അതിന്റെ കൂടെ തന്നെ പഠിക്കേണ്ടിയിരിക്കുന്നു. വിറ്റ്നസ് മാർക്കിംഗ് എന്ന് അറിയാം. വിറ്റ്നസ് മാർക്കിംഗ് എന്ന് പറഞ്ഞാൽ നമ്മളൊരു ലൈൻ ഇട്ടു കേട്ടോ, നമ്മളൊരു ലൈൻ ഇട്ടു. ഈ ലൈനിന്റെ മുകളിൽ നമ്മൾ ഇങ്ങനെ ഡോട്ട് മാർക്കിങ്ങുകൾ ചെയ്യാം. ഈ ലൈനിന്റെ മുകളിൽ നമ്മൾ ഈ ചിത്രത്തിൽ കാണുന്ന പോലെ ഇങ്ങനെ ഡോട്ട് മാർക്കുകൾ ചെയ്യാം. ഈ ലൈനിന്റെ മുകളിൽ ഇതേപോലെ ഈ ചിത്രത്തിൽ കാണുന്ന പോലെ ഡോട്ട് മാർക്കുകൾ ചെയ്യാം. ഈ ലൈനിന്റെ മുകളിൽ ഈ ഡോട്ട് മാർക്കുകൾ ചെയ്യുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? വിറ്റ്നസ് മാർക്കിംഗ് എന്ന് പറയുന്നത്. അപ്പൊ ഓൾറെഡി ഒരു ലൈൻ വരച്ചു, ആ ലൈനിന്റെ മുകളിൽ ഇങ്ങനെ ഡോട്ടുകൾ ഇടുന്നതിനെയാണ് വിറ്റ്നസ് മാർക്കിംഗ് എന്ന് പറയുന്നത്. അപ്പൊ വിറ്റ്നസ് മാർക്കിങ്ങിന് ഉപയോഗിക്കുന്ന പഞ്ചാണ് 30 ഡിഗ്രി അല്ലെങ്കിൽ 60 ഡിഗ്രി ആംഗിൾ ഉള്ള പ്രിക് പഞ്ച് എന്ന് മനസ്സിലാക്കി വെക്കാം. ഓക്കെ, അപ്പൊ പ്രിക് പഞ്ചിന്റെ ആംഗിൾ എത്രയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 30 ഡിഗ്രിയും ഉത്തരമാണ്, 60 ഡിഗ്രിയും ഉത്തരമാണ്. 30യും 60യും തരികയാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക? 30 ഡിഗ്രി ഉത്തരമായി എടുക്കുക. ഓക്കെ, അങ്ങനെയാണെങ്കിൽ അടുത്തൊരു പഞ്ച് ഏതാണ്? സെൻട്രൽ പഞ്ചാണ്. അടുത്തൊരു പഞ്ച് ഏതാണ്? സെൻട്രൽ പഞ്ചാണ് അല്ലെ. നമ്മൾ പഠിക്കുന്ന മറ്റൊരു പഞ്ച് ഏതാണ്? സെൻട്രൽ പഞ്ച് എന്ന് പറയുന്നത് ചിത്രത്തിൽ കാണുന്ന ഒരു പഞ്ചാണ്. സെൻട്രൽ പഞ്ചിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് വളരെ കൃത്യമാണ്. സെൻട്രൽ പഞ്ചിന്റെ പ്രത്യേകത പോയിന്റ് ആംഗിൾ എത്ര ഡിഗ്രിയാണ്? 90 ഡിഗ്രിയാണ്. പോയിന്റ് ആംഗിൾ എത്ര ഡിഗ്രിയാണ് വരുന്നത്? 90 ഡിഗ്രിയാണ് സെൻട്രൽ പഞ്ചുകൾക്ക് വരുന്നത്. എന്തിനു വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത് ചോദിച്ചാൽ ദേ ആർ യൂസ്ഡ് ടു മേക്ക് ഡീപ്പർ വിറ്റ്നസ് മാർക്കിംഗ്. ഡീപ്പർ വിറ്റ്നസ് മാർക്കിംഗ് എന്ന് പറഞ്ഞാൽ ഓൾറെഡി നമ്മളൊരു ലൈൻ ഇട്ടിട്ടുണ്ടാവും. ആ ലൈനിന്റെ മുകളിൽ കുറച്ച് ആഴമേറിയ വിറ്റ്നസ് മാർക്കിംഗ്. ഓൾറെഡി വെറുതെ ഒരു ഇങ്ങനെ കുത്തിട്ട് പോകാനാണ് എന്നുണ്ടെങ്കിൽ അവിടെ എന്ത് മതി? നമ്മളുടെ പ്രിക് പഞ്ച് മതി. പക്ഷെ ഡീപ്പർ വിറ്റ്നസ് മാർക്കിങ്ങിന് വേണ്ടി ഉപയോഗിക്കുന്ന പഞ്ച് സെൻട്രൽ പഞ്ചാണ് എന്ന് മനസ്സിലാക്കി വെക്കുക. അതേപോലെ തന്നെ എന്താ പറയാ?
ഓൾറെഡി നമ്മളൊരു ഡ്രിൽ ചെയ്യണം. അപ്പൊ ഒരു ലൈൻ ഇത് അങ്ങനെ 2 ലൈനുകൾ മാർക്ക് ചെയ്തു. എന്നിട്ട് കറക്റ്റ് ഈ ഒരു പോയിന്റ് നമുക്ക് എന്ത് ചെയ്യണം, ഡ്രിൽ ചെയ്യണം എന്നുണ്ടെങ്കിൽ നമ്മൾ ആദ്യം ആ ഡ്രിൽ ചെയ്യുന്നതിന് മുമ്പ് കറക്റ്റ് ആ പോയിന്റിൽ ഈ സെന്റർ പഞ്ച് വെച്ചിട്ട് ഒരൊറ്റ അടി അങ്ങോട്ട് കൊടുക്കും. സെന്റർ പഞ്ച് വെച്ചിട്ട് ഒരൊറ്റ അടി അങ്ങോട്ട് കൊടുക്കും. അപ്പോഴുള്ള ഗുണം എന്ന് പറഞ്ഞാൽ നമ്മൾ ആ ഡ്രിൽ ബിറ്റ് കൃത്യമായിട്ട് അവിടെ സീറ്റിംഗ് ആയിട്ടിരിക്കുകയും ഡ്രില്ലിങ് നമുക്ക് എളുപ്പത്തിൽ സ്റ്റാർട്ട് ചെയ്യാനും സാധിക്കും. അപ്പോൾ ഡ്രില്ലിങ്ങിന് മുമ്പ് ആ പോയിന്റ് കൃത്യമായി മാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഏത് പഞ്ചാണ് ഉപയോഗിക്കുക? സെന്റർ പഞ്ചാണ് ഉപയോഗിക്കുക. ഡീപ്പർ വിറ്റ്നസ് മാർക്കിങ്ങിന് വേണ്ടി ഏത് പഞ്ചാണ് ഉപയോഗിക്കുക? സെന്റർ പഞ്ചാണ് ഉപയോഗിക്കുക. വിറ്റ്നസ് മാർക്കിങ്ങിന് വേണ്ടി മാത്രമായിട്ടാണെങ്കിൽ ഏത് പഞ്ചാണ് ഉപയോഗിക്കുക? 30 ഡിഗ്രി അല്ലെങ്കിൽ 60 ഡിഗ്രി പോയിന്റ് ആംഗിളുള്ള പ്രിക് പഞ്ചാണ് ഉപയോഗിക്കുക. സെന്റർ പഞ്ചിന്റെ ആംഗിൾ ചോദിച്ചാൽ എത്രയാണ്? 90 ഡിഗ്രി ആണ് എന്നും മനസ്സിലാക്കി വെക്കുക. അടുത്തൊരു പഞ്ചാണ് പിൻ പഞ്ച് എന്ന് പറയും. അടുത്തൊരു പഞ്ചാണ് പിൻ പഞ്ച്. പിൻ പഞ്ച് എന്ന് പറഞ്ഞാൽ ചിത്രത്തിൽ കാണുന്ന പോലുള്ള ഒരു പഞ്ചാണ് എന്ത്? പിൻ പഞ്ച് എന്നറിയപ്പെടുന്ന പഞ്ച്. ഈ പഞ്ചിന്റെ പ്രത്യേകത നമ്മളൊരു പിന്ന് ഈ ചിത്രത്തിൽ കാണുന്ന പോലെ ഒരു പിന്ന് ഇവിടെ ഇങ്ങനെ സീറ്റിംഗ് ആയി കിടക്കുന്നുണ്ടെന്ന് വിചാരിക്കുക. ഈ ചിത്രത്തിൽ കാണുന്ന പോലെ ഒരു പിന്ന് ഇവിടെ ഇങ്ങനെ സീറ്റിംഗ് ആയി കിടക്കുന്നുണ്ടെന്ന് കരുതുക. ഈ പിന്ന് വെച്ചിട്ട് ഒരൊറ്റ അടി അങ്ങോട്ട് കൊടുക്കുക. ഈ പിന്ന് വെച്ചിട്ട് ഈ പിൻ പഞ്ച് വെച്ചിട്ട് ഒരൊറ്റ അടി അങ്ങോട്ട് കൊടുത്താൽ ഈ പിന്നിനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഊരിയെടുക്കുവാൻ സാധിക്കും. അപ്പോൾ നമുക്ക് പിന്നുകൾ, അതായത് ഒരു ഹോളിനകത്ത് ഒരു പിന്ന് ഇരിക്കുന്നുണ്ടെന്ന് കരുതുക. അപ്പൊ ഈ ചിത്രത്തിൽ അത് വളരെ കൃത്യമാണ്. ഒരു ഹോളിനകത്തൊരു പിന്ന് ഇരിക്കുന്നുണ്ടെന്ന് കരുതുക. ഒരു ഹോളിനകത്തൊരു പിന്ന് ഇരിക്കുന്നുണ്ടെന്ന് കരുതുക. ആ പിന്നിനെ നമുക്ക് എന്ത് ചെയ്യണം? പുറത്തേക്ക് എടുക്കണം. ഈ ഒരു എന്താ പറയുക, ഈ ഒരു ഹോളിനകത്ത് ആ പിന്നിനെ നമുക്ക് എന്ത് ചെയ്യണം? ഊരി പുറത്തേക്ക് എടുക്കണം. ആ പിന്നിനെ നമുക്ക് ഊരിയിട്ട് പുറത്തേക്ക് എടുക്കണം എന്നുണ്ടെങ്കിൽ അവിടെ നമ്മൾ ഉപയോഗിക്കുന്ന പഞ്ചാണ് പിൻ പഞ്ച്. പിൻ പഞ്ചസ് ആർ യൂസ്ഡ് ടു ഡ്രൈവ് ലൊക്കേറ്റിംഗ് ഓർ ലോക്കിംഗ് പിൻസ്. അതായത് ഒരു ലോക്ക് ചെയ്യാനൊക്കെ വേണ്ടിയിട്ട് പല മെഷീൻസിനുള്ളിലും ലോക്കിങ്ങിന് വേണ്ടിയിട്ടൊക്കെ ആയിരിക്കും ഇത്തരത്തിലുള്ള പിന്നുകളൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പൊ അത്തരത്തിലുള്ള പിന്നുകളെ എന്ത് ചെയ്യണം? ഡ്രൈവ് ചെയ്യുക. പിന്നുകളെ പുറത്തേക്ക് ഊരിയെടുക്കാനും പിന്നുകളെ കൃത്യമായിട്ട് ഇൻസേർട്ട് ചെയ്യാനൊക്കെ വേണ്ടിയിട്ടാണ് ഈ പിൻ പഞ്ചുകൾ ഉപയോഗിക്കുന്നത്. അത് ചോദിക്കില്ല, ആര് പിന്നുകളെ ഡ്രൈവ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന പഞ്ച് ഏതാണെന്ന് ചോദിച്ചാൽ പിൻ പഞ്ച് എന്ന് എല്ലാവരും എഴുതും. പക്ഷെ ഇത് പഠിക്കണം, പിൻ പഞ്ചുകൾ എത്ര സെറ്റ് ആയിട്ടാണ് അവൈലബിൾ ആവുന്നത്? പിൻ പഞ്ചസ് ആർ അവൈലബിൾ ഇൻ എ സെറ്റ് ഓഫ് 5 പിൻസ്. പിൻ പഞ്ചുകൾ ഒരു സെറ്റ് ആയിട്ടാണ് കിട്ടുക. 5 പിന്നുകളുടെ സെറ്റ് ആയിട്ടാണ് കിട്ടുക. ഡയ 3, 4, 5, 6, 8 mm. അതായത് ഇതിൽ എന്ന് പറയുന്നത് പിൻ പഞ്ചുകൾ സാധാരണ ഇതിൽ 5 പഞ്ചുകൾ ഒരൊറ്റ സെറ്റ് ആയിട്ടാണ് നമുക്ക് മാർക്കറ്റിൽ അവൈലബിൾ ആവുന്നത്. പഠിക്കണേ, പിൻ പഞ്ചുകൾ 5 സെറ്റ് ഓഫ് പിൻ ആയിട്ടാണ് അവൈലബിൾ ആവുന്നത്. ആ സെറ്റിൽ 3 mm ഡയമീറ്ററുള്ള പിൻ ഉണ്ടാവും, 4 mm ഡയമീറ്ററുള്ള പിൻ പഞ്ച് ഉണ്ടാവും, 5 mm ഡയമീറ്ററുള്ള പിൻ പഞ്ച് ഉണ്ടാവും, 6 mm ഡയമീറ്ററുള്ള പിൻ പഞ്ചും 8 mm ഡയമീറ്ററുള്ള പിൻ പഞ്ചും ആ ഒരു സെറ്റിൽ ഉണ്ടാകുമെന്ന് മനസ്സിലാക്കി വെക്കാം. പിൻ പഞ്ചുകളുടെ ലെങ്ത് സാധാരണഗതിയിൽ ഒരു 150 mm വരെയൊക്കെയാണ് കൊടുത്ത് കാണാറുള്ളത്. പിൻ പഞ്ചുകളുടെ സ്റ്റാൻഡേർഡ് ലെങ്ത് എത്രയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 150 mm ആണ് എന്നും പിൻ പഞ്ചുകളുടെ സെറ്റിൽ എത്ര പിൻ ഉണ്ടാവും? 5 പിന്നുകൾ ഉണ്ടായിരിക്കും. അത് 3, 4, 5, 6, 8 mm എന്നുള്ള രീതിയിലായിരിക്കും ഡയമീറ്ററും കൊടുത്തിട്ടുണ്ടാവുക എന്ന് മനസ്സിലാക്കി വെക്കാം. സോളിഡ് പഞ്ചും ഹോളോ പഞ്ചും ഒന്നുമില്ല, വളരെ കൃത്യമാണ്. നമ്മുടെ സാധാ പേപ്പർ ഹോൾ ഇടുന്ന അതേ പഞ്ച്, പേപ്പറിന്റെ മുകളിലോ അല്ലെങ്കിൽ ചെറിയ ഷീറ്റുകളുടെ മുകളിൽ, ലെതർ വർക്കുകളുടെ മുകളിലൊക്കെ നമുക്ക് ഹോൾ ഇടണം എന്നുണ്ടെങ്കിൽ ഈ പഞ്ച് വെച്ച് ഒറ്റ അടി അങ്ങോട്ട് കൊടുക്കും. ഈ ചിത്രത്തിൽ കാണുന്ന പോലെയുള്ള പഞ്ച് വെച്ചിട്ട് ഒരൊറ്റ അടി അങ്ങോട്ട് കൊടുക്കുന്ന സമയത്ത്, ഈ ചിത്രത്തിൽ കാണുന്ന പോലെയുള്ള പഞ്ച് വെച്ച് ഒരൊറ്റ അടി കൊടുക്കുന്ന സമയത്ത് നമുക്ക് പേപ്പറിലോ ഷീറ്റിലോ റബ്ബറിലോ ഒക്കെ എന്ത് ചെയ്യാൻ പറ്റും? ഹോളുകൾ നിർമ്മിക്കാൻ സാധിക്കും. ചെറിയ തിക്നെസ് കുറഞ്ഞ മെറ്റൽ ഷീറ്റുകളാണെങ്കിൽ അതിനും ഹോൾ നിർമ്മിക്കാൻ വേണ്ടി സോളിഡ് പഞ്ചും ഹോളോ പഞ്ചും സഹായിക്കാറുണ്ട്. മറ്റൊരു പഞ്ച് എന്ന് പറഞ്ഞാൽ ലെറ്റർ ആൻഡ് നമ്പർ പഞ്ചാണ്. ലെറ്റർ പഞ്ചുകളുണ്ട്, നമ്പർ പഞ്ചുകളുണ്ട്. കൃത്യമാണ്, ലെറ്റർ അല്ലെങ്കിൽ നമ്പർ പഞ്ച് ചെയ്യണം. ചില വർക്ക് പീസിന്റെ മുകളിലൊക്കെ നമുക്ക് എന്ത് ചെയ്യേണ്ടി വരും? നമുക്ക് ചില ലെറ്റേഴ്സ് നമുക്ക് അവിടെ എന്ത് ചെയ്യേണ്ടി വരും? പഞ്ച് ചെയ്ത് കൊടുക്കേണ്ടി വരും. അല്ലെങ്കിൽ ചില നമ്പേഴ്സ് നമുക്ക് അവിടെ എന്ത് ചെയ്യേണ്ടി വരും? പഞ്ച് ചെയ്ത് കൊടുക്കേണ്ടി വരും. അപ്പൊ അതിനുവേണ്ടി ഉപയോഗിക്കുന്ന പഞ്ചാണ് ലെറ്റർ അല്ലെങ്കിൽ നമ്പർ പഞ്ചുകൾ. ഇത് ലെറ്റർ പഞ്ച്, ഇത് നമ്പർ പഞ്ച്, രണ്ടും ഉണ്ട്. ലെറ്റർ പഞ്ചും ഉണ്ട്, നമ്പർ പഞ്ചും മാർക്കറ്റിൽ അവൈലബിൾ ആണ്. ഓക്കെ, അത്രയുമാണ് പഞ്ചിനെ കുറിച്ച് പഠിക്കാനുള്ളത്. അപ്പൊ പഞ്ചും സാധാരണ ഹൈ കാർബൺ സ്റ്റീൽ കൊണ്ടൊക്കെ തന്നെയാണ് പഞ്ചുകളും നിർമ്മിച്ച് കാണുന്നത് എന്ന് മനസ്സിലാക്കി വെക്കുക. അടുത്തതായിട്ട് നമ്മൾ ഈ ഒരു മാർക്കിംഗ് റിലേറ്റഡ് ആയിട്ട് പഠിക്കേണ്ട ഒരു ടൂൾ തന്നെയാണ്. നമ്മുടെ സിലബസിൽ അതങ്ങനെ എടുത്തു പറഞ്ഞിട്ടില്ലെങ്കിൽ പോലും നമ്മൾ മാർക്കിംഗ് റിലേറ്റഡ് ആയിട്ട് പഠിക്കേണ്ട ഒരു ടൂൾ തന്നെയാണ് സ്ക്രാപ്പർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ടൂൾ. സ്ക്രാപ്പർ സത്യത്തിൽ ഒരു ക്ലീനിങ് ടൂൾ ആണ്. നമ്മളിപ്പോ ഇത്രയും നേരം പഠിച്ച പഞ്ചാണെങ്കിലും മാർക്കിംഗ് ടൂൾ ആയിട്ടാണ് നമ്മൾ കൺസിഡർ ചെയ്തിട്ടുണ്ടായിരുന്നത്, സ്ക്രൈബർ ആണെങ്കിലും മാർക്കിംഗ് ടൂൾ ആയിട്ടാണ് നമ്മൾ കൺസിഡർ ചെയ്തിട്ടുണ്ടായിരുന്നത്. എന്നാൽ സ്ക്രാപ്പർ എന്ന് പറയുന്ന ഈ ഒരു ടൂൾ, അതായത് ചിത്രത്തിൽ കാണുന്ന സ്ക്രാപ്പർ എന്ന് പറയുന്ന ഈ ഒരു ടൂള് സത്യത്തിൽ എന്താണ്? ഒരു ക്ലീനിങ് ടൂൾ ആണ്. ക്ലീനിങ് ടൂൾ എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാം. നമ്മുടെ ഈ ഒരു നമ്മൾ കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ പുട്ടി ബ്ലേഡ് എന്നൊക്കെ പറയും. നമ്മുടെ നാട്ടില് ഈ എന്താ പറയാ, പെയിന്റ് പണിക്കാർ ഉപയോഗിക്കുന്ന പുട്ടി ഇല്ല, ചുമരിൽ പുട്ടി ഇടുന്നില്ലേ, ആ പുട്ടി ക്ലീൻ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന പുട്ടി ബ്ലേഡ് എന്നൊക്കെ അതിനെ പറയും. അതേപോലെ ഒരു ടൂൾ തന്നെ നമ്മൾ ഈ സർഫസിന്റെ മുകളിൽ വെച്ചിട്ട് ഇങ്ങനെ റബ്ബ് ചെയ്യുന്ന സമയത്ത് ഈ സർഫസിന്റെ മുകളിലുള്ള റഫ്നെസ് ഒക്കെ മാറിയിട്ട് നല്ല ക്ലീൻ ആയിട്ടുള്ള ഒരു ഭാഗം ലഭ്യമാകും. അപ്പൊ സ്ക്രാപ്പർ സത്യത്തിൽ ഒരു ക്ലീനിങ് ടൂൾ ആണെന്ന് മനസ്സിലാക്കുക. അപ്പൊ ഇവിടെ നമുക്ക് 3-4 സ്ക്രാപ്പറിനെ കുറിച്ച് പഠിക്കണം. അതിൽ ആദ്യത്തെ സ്ക്രാപ്പർ ഫ്ലാറ്റ് സ്ക്രാപ്പർ, രണ്ടാമത്തത് 3 സ്ക്വയർ സ്ക്രാപ്പർ, മൂന്നാമത്തത്
ബുൾ നോ സ്ക്രാപ്പർ. അപ്പൊ സ്ക്രാപ്പറിനെ കുറിച്ച് കൂടി പഠിച്ചിരിക്കണം. ഈ 3 സ്ക്രാപ്പറിനെ കുറിച്ച് കൂടി നമ്മൾ പഠിച്ചിരിക്കണം. ഒന്നാമത്തതിന്റെ പേര് പഠിക്കുക ഫ്ലാറ്റ് സ്ക്രാപ്പർ, രണ്ടാമത്തതിന്റെ പേര് പഠിക്കുക 3 സ്ക്വയർ സ്ക്രാപ്പർ, മൂന്നാമത്തിന്റെ പേര് ബുൾ നോസ് സ്ക്രാപ്പർ. അപ്പൊ എന്താണ് ഈ ഫ്ലാറ്റ് സ്ക്രാപ്പർ, എന്താണ് ഈ 3 സ്ക്വയർ സ്ക്രാപ്പർ, എന്താണ് ഈ ബുൾ നോസ് സ്ക്രാപ്പർ, അവയുടെയൊക്കെ പ്രത്യേകത എന്താണെന്ന് നോക്കാം. എന്നാൽ ഈ ചിത്രത്തിൽ കാണുന്ന, നമ്മൾ സാധാരണഗതിയിൽ കാണുന്ന എല്ലാ സ്ക്രാപ്പറുകളും എന്താണ്, ഫ്ലാറ്റ് സ്ക്രാപ്പർ ആണ്. കർവോ അല്ലെങ്കിൽ പ്രത്യേകിച്ചുള്ള ആകൃതി ഒന്നും ഉണ്ടാവില്ല, സാധാരണ ഫ്ലാറ്റ് ആയിട്ടുള്ള ഒരു സ്ക്രാപ്പർ. ദ ക്രോസ് സെക്ഷൻ ഓഫ് ദി സ്ക്രാപ്പർ ഇസ് ഫ്ലാറ്റ്. അതായത് കൃത്യമായിട്ട് ക്രോസ് സെക്ഷൻ പറയാല്ല, ഫ്ലാറ്റ് ആയിട്ടാണ് ഈ സ്ക്രാപ്പറുകൾ ഇരിക്കുന്നത്. ഫ്ലാറ്റ് സർഫസുകളാണ് ഉണ്ടാവുക. ദിസ് ഈസ് യൂസ്ഡ് ഫോർ സ്ക്രാപ്പ് ഹൈ സ്പോട്സ് ഓൺ എ ഫ്ലാറ്റ് സർഫസ്. ഒരു ഫ്ലാറ്റ് ആയിട്ടുള്ള സർഫസിൽ ഇങ്ങനെ എന്ത് ചെയ്യുന്നു, നമ്മളെ മെറ്റല് ക്ലീൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ, ഒരു ഫ്ലാറ്റ് ആയിട്ടുള്ള സർഫസിൽ നിന്നും മെറ്റൽ ക്ലീൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ, ഒരു ഫ്ലാറ്റ് ആയിട്ടുള്ള സർഫസിൽ നിന്നും മെറ്റൽ ക്ലീൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ അവിടെ നമ്മൾ എന്താ ഉപയോഗിക്കുക, ഫ്ലാറ്റ് സ്ക്രാപ്പർ ആണ് ഉപയോഗിക്കുക. ഫ്ലാറ്റ് ആയിട്ടുള്ള ഒരു സർഫസിൽ നിന്നും മെറ്റൽ ക്ലീൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ, ഫ്ലാറ്റ് ആയിട്ടുള്ള ഒരു സർഫസിൽ നിന്നും മെറ്റൽ ക്ലീൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ അവിടെ നമ്മൾ ഏത് സ്ക്രാപ്പർ ആണ് ഉപയോഗിക്കുക, ഫ്ലാറ്റ് സ്ക്രാപ്പർ ആണ് ഉപയോഗിക്കുക. ഒന്നുമില്ല, അത് സിമ്പിൾ ആണ്. ഫ്ലാറ്റ് ആയിട്ടുള്ള സർഫസുകളിൽ നിന്നും ഹൈ സ്പോട്ട് അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള മെറ്റൽ റിമൂവ് ചെയ്യണം, ഒന്ന് ക്ലീൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഫ്ലാറ്റ് സ്ക്രാപ്പർ ആണ് ഉപയോഗിക്കുക. ഫ്ലാറ്റ് സ്ക്രാപ്പറിൽ നിന്ന് പരീക്ഷയ്ക്ക് സാധാരണ ഒന്നും ചോദിക്കാനില്ല, പക്ഷെ ഇത് പഠിക്കണം. എന്താ, 3 സ്ക്വയർ സ്ക്രാപ്പർ. 3 സ്ക്വയർ സ്ക്രാപ്പർ എന്ന് പറഞ്ഞാൽ നിങ്ങൾ എല്ലാവരും ട്രയാങ്കുലർ ഫയൽ കണ്ടിട്ടാമെന്നാണ് എൻ്റെ ഒരു പ്രതീക്ഷ. ഞാനത് അവിടെ വരയ്ക്കുന്നുണ്ട്. ട്രയാങ്കുലർ ക്രോസ് സെക്ഷനിലായിരിക്കും ഉണ്ടാവുക. ട്രയാങ്കുലർ ഫയൽ കണ്ടിട്ടുണ്ടാവുമല്ലോ അല്ലെ, ട്രയാങ്കുലർ ഫയൽ ഉണ്ടല്ലോ, ട്രയാങ്കുലർ ക്രോസ് സെക്ഷനിലുള്ള അതേപോലെ തന്നെയുള്ള ഒരു സ്ക്രാപ്പറിനെയാണ് 3 സ്ക്വയർ സ്ക്രാപ്പർ എന്ന് പറയുന്നത്. സ്മാൾ ഡയമീറ്റർ ഹോൾ, ചെറിയ ഡയമീറ്ററിൽ ഒരു ഹോൾ ഉണ്ട്. ഈ ഹോളിന്റെ ഉൾഭാഗത്ത് ഒന്ന് സ്ക്രാപ്പ് ചെയ്യണം, അതായത് ഉൾഭാഗം ഒന്ന് ക്ലീൻ ചെയ്യണം എന്നുണ്ടെങ്കിൽ അവിടെ നമ്മൾ ഉപയോഗിക്കുന്ന സ്ക്രാപ്പറാണ് 3 സ്ക്വയർ സ്ക്രാപ്പർ. അതായത് ഓൾറെഡി ഒരു ചെറിയ ഹോൾ ഉണ്ട്, ആ ഹോളിന്റെ ഉൾഭാഗം ഒന്ന് ക്ലീൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ, ആ ഹോളിന്റെ ഉൾഭാഗം ഒന്ന് ക്ലീൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ, ആ ഹോളിന്റെ ഉൾഭാഗം ഒന്ന് ക്ലീൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ അവിടെ നമ്മൾ ഉപയോഗിക്കുന്ന സ്ക്രാപ്പറാണ് 3 സ്ക്വയർ സ്ക്രാപ്പർ എന്ന് പറയുന്ന ഈ ചിത്രത്തിൽ കാണുന്ന ഒരു സ്ക്രാപ്പർ. 3 സ്ക്വയർ സ്ക്രാപ്പറിന്റെ സാധാരണഗതിയിലുള്ള ക്രോസ് സെക്ഷൻ എന്ന് പറഞ്ഞാൽ, 3 സ്ക്വയർ സ്ക്രാപ്പറിന്റെ ക്രോസ് സെക്ഷൻ ഏതായിരുന്നു, ട്രയാങ്കുലർ ഷേപ്പ് ആണെന്ന് പഠിച്ചു വെക്കുക. പരീക്ഷയ്ക്ക് ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്, ജൂനിയർ ഇൻസ്ട്രക്ടർ പോലെയുള്ള പരീക്ഷയ്ക്ക് പോലും ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. അതുകൊണ്ട് തന്നെ KW ഫീച്ചറിനൊക്കെ നമ്മൾ പ്രതീക്ഷിക്കണം. എന്താ, നമ്മളുടെ 3 സ്ക്വയർ സ്ക്രാപ്പറിന്റെ ക്രോസ് സെക്ഷൻ എന്താണെന്ന് ചോദിക്കുക. സ്ക്വയർ എന്ന് കാണുമ്പോൾ എല്ലാവരും വിചാരിക്കും റെക്ടാങ്കുലർ അല്ലെങ്കിൽ സ്ക്വയർ ക്രോസ് സെക്ഷൻ ആയിരിക്കും. എന്നാൽ അതല്ല, 3 സ്ക്വയർ സ്ക്രാപ്പറിന്റെ ക്രോസ് സെക്ഷൻ വരുന്നത് ട്രയാങ്കുലർ ഷേപ്പ് ആണ് എന്നും, ചെറിയ സ്മാൾ ഡയമീറ്റർ ഹോൾ, ചെറിയ ഹോളുകളെ ഉൾഭാഗമൊക്കെ ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് 3 സ്ക്വയർ സ്ക്രാപ്പറുകൾ ഉപയോഗിക്കുന്നത് എന്ന് മനസ്സിലാക്കി വെക്കുക. അപ്പൊ ചെറിയ ഡയമീറ്റർ ഹോളുകളൊക്കെ ക്ലീൻ ചെയ്യാൻ വേണ്ടി 3 സ്ക്വയർ സ്ക്രാപ്പറുകൾ ഉപയോഗിക്കുന്നു. ട്രയാങ്കുലർ ഷേപ്പിലാണ് അതിന്റെ ക്രോസ് സെക്ഷൻ ഉള്ളത് എന്ന് കൂടി മനസ്സിലാക്കി വെക്കുക. അടുത്ത സ്ക്രാപ്പർ എന്ന് പറയുന്നത് സാധാരണ ഒരു ഫ്ലാറ്റ് ഫയൽ പോലെയാണ് ഉണ്ടാവുക. പക്ഷെ ഇതിന്റെ അറ്റത്ത് നോക്കി, ഇതിന്റെ അറ്റത്തൊരു റൗണ്ട് പോലെയുള്ള ഒരു ഭാഗമുണ്ട്, അതിന്റെ അറ്റത്തൊരു ചെറിയ റൗണ്ട് പോലെയുള്ള ഭാഗം ഉണ്ടാവും. ലാർജ് ബെയറിംഗ് ഏരിയ എന്ന് പറയും. ബെയറിങ്ങുകളൊക്കെ ഇരിക്കുന്നത് ഇതേപോലെ യു ഷേപ്പുള്ള സ്ഥലങ്ങളില്ലേ, ബെയറിങ്ങുകളൊക്കെ ഇരിക്കുന്ന ഈ ചിത്രത്തിൽ കാണുന്ന പോലെ യു ഷേപ്പ് ഇരിക്കുന്ന സ്ഥലങ്ങളില്ലേ, ബെയറിങ്ങുകളൊക്കെ സീറ്റിംഗ് ആയിട്ടിരിക്കുന്ന ഈ ചിത്രത്തിൽ കാണുന്ന പോലെയുള്ള യു ഷേപ്പുള്ള സ്ഥലങ്ങളില്ലേ, അവിടെയൊക്കെ ക്ലീൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്താണ് ഉപയോഗിക്കുക, ഈ ചിത്രത്തിൽ കാണുന്ന പോലെയുള്ള ബുൾ നോസ് സ്ക്രാപ്പറുകളാണ് ഉപയോഗിക്കുക. അതായത് ഈ ബെയറിംഗ് സീറ്റിംഗ് ആയിട്ടിരിക്കുന്ന ആ ബെയറിംഗ് സർഫസ് എന്ന് പറയും, ലാർജ് ബെയറിംഗ് സർഫസ് എന്ന് പറയും. ബെയറിംഗ് സീറ്റിംഗ് ആയിട്ടിരിക്കുന്ന ആ ബെയറിംഗ് സർഫസ് ഒക്കെ കൃത്യമായിട്ട് സ്ക്രാപ്പ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ ബുൾ നോസ് സ്ക്രാപ്പറുകളാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ലാർജ് ബെയറിംഗ് ഏരിയകളൊക്കെ ക്ലീൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഏത് സ്ക്രാപ്പറാണ് ഉപയോഗിക്കാൻ ചോദിച്ചു കഴിഞ്ഞാൽ ബുൾ നോസ് സ്ക്രാപ്പർ. ഫ്ലാറ്റ് സർഫസുകൾ ക്ലീൻ ചെയ്യാൻ ഫ്ലാറ്റ് സ്ക്രാപ്പർ, സ്മാൾ ഡയമീറ്റർ ഹോളുകൾ ക്ലീൻ ചെയ്യാൻ 3 സ്ക്വയർ സ്ക്രാപ്പർ. ദാറ്റ് ഈസ് ഇൻ ദ ക്രോസ് സെക്ഷൻ ഓഫ് ട്രയാങ്കുലർ ഷേപ്പ്. 3 സ്ക്വയർ സ്ക്രാപ്പറിന്റെ ക്രോസ് സെക്ഷൻ വരുന്നത് ട്രയാങ്കുലർ ഷേപ്പിലാണ് എന്ന് കൂടി മനസ്സിലാക്കി വെക്കുക. അപ്പൊ ഇത്രയുമാണ് സ്ക്രാപ്പറിനെ കുറിച്ച് പറയാനുള്ളത്. പഞ്ച് നമ്മൾ ആദ്യം നമ്മൾ എന്താ പഠിച്ചത്, ആദ്യം നമ്മൾ സ്ക്രൈബർ പഠിച്ചു അല്ലെ, മെറ്റൽ വർക്കേഴ്സ് പെൻസിൽ എന്നറിയപ്പെടുന്ന സ്ക്രൈബറിനെ കുറിച്ച് പഠിച്ചു. അതേപോലെ മാർക്കിംഗ് മെറ്റീരിയലിനെ കുറിച്ച് പഠിച്ചു. വൈറ്റ് വാഷ്, സെല്ലുലോസ് ലാക്കർ, പർഷ്യൻ ബ്ലൂ, കോപ്പർ സൾഫേറ്റ് എന്നറിയപ്പെടുന്ന വ്യത്യസ്തമായിട്ടുള്ള മാർക്കിംഗ് മീഡിയ. അതായത് വൈറ്റ് വാഷ് ഉപയോഗിക്കുന്നത് റഫ് സർഫസിലാണ് എന്നും, സെല്ലുലോസ് ലാക്കർ വ്യത്യസ്തമായിട്ടുള്ള കളറിൽ അവൈലബിൾ ആണ്, പെട്ടെന്ന് ഉണങ്ങും, കൊമേഴ്ഷ്യലി അവൈലബിൾ ആയിട്ടുള്ള മാർക്കിംഗ് മീഡിയം. പർഷ്യൻ ബ്ലൂ എന്ന് പറഞ്ഞാൽ മെഷീൻ ഫിനിഷ്ഡ് അല്ലെങ്കിൽ ഫയൽ ചെയ്തിട്ടുള്ള സർഫസ് ഫിനിഷ് ഉള്ള സ്ഥലങ്ങളിൽ ഉപയോഗിക്കുന്നു. ഉണങ്ങാൻ കൂടുതൽ സമയം എടുക്കുന്നതും ഏതാണ്, പർഷ്യൻ ബ്ലൂ ആണെന്ന് പഠിച്ചിട്ടുണ്ടായിരുന്നു. കോപ്പർ സൾഫേറ്റ് നമുക്കറിയാം വിഷാംശമുള്ള പോയിസണസ് ആയിട്ടുള്ള ഒരു മാർക്കിംഗ് മീഡിയ ആണ് എന്നും നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ പഞ്ച്, പ്രിക്ക് 30-60 ഡിഗ്രി പോയിന്റ് ആംഗിൾ വരുന്നു, വിറ്റ്നസ് മാർക്കിങ്ങിന് വേണ്ടി ഉപയോഗിക്കുന്നു. ഡീപ്പർ വിറ്റ്നസ് മാർക്കിങ്ങിനും ഡ്രിൽ ചെയ്യുന്നതിന് മുമ്പ് സെന്റർ കൃത്യമായിട്ട് മാർക്ക് ചെയ്യുന്നതിനൊക്കെ വേണ്ടി സെന്റർ പഞ്ച്, അതിന്റെ പോയിന്റ് ആംഗിൾ 90 ഡിഗ്രി ആണെന്നും. പിൻ പഞ്ചിന്റെ സെറ്റിൽ 5 എണ്ണമാണ് ഉണ്ടാവുക. അതേപോലെ തന്നെ അതിൽ 3 mm, 4 mm, 5, 6, 8 mm തുടങ്ങിയ എന്താ പറയുക ഡയമീറ്ററിലാണ് അതിൽ പിൻ പഞ്ചിന്റെ സെറ്റിലെ പിൻ പഞ്ചുകൾ ഉണ്ടാവുക എന്ന് പറഞ്ഞു. സ്റ്റാൻഡേർഡ് ലെങ്ത് വരുന്നത് 150 mm ആണ് എന്ന് നമ്മൾ പറഞ്ഞു. പിന്നീട് നമ്മൾ സ്ക്രാപ്പർ, ഫ്ലാറ്റ് സ്ക്രാപ്പർ, 3 സ്ക്വയർ സ്ക്രാപ്പർ, ബുൾ നോ സ്ക്രാപ്പറുമാണ്
പഠിച്ചിട്ടുണ്ടായിരുന്നു. ഓക്കെ, അങ്ങനെയാണെങ്കിൽ അടുത്തത് നമുക്ക് നോക്കാനുള്ളത് എന്താണ്? ട്രൈ സ്ക്വയർ എന്ന് പറയുന്ന ഒരു ടൂളാണ്. അല്ലെ, എല്ലാവർക്കും അറിയുന്ന ഒരു ടൂള് ട്രൈ സ്ക്വയർ എന്ന് പറയുന്ന ഒരു ടൂളാണ്. ഈ ചിത്രത്തിൽ കാണുന്ന ഒരു ടൂളാണ് ട്രൈ സ്ക്വയർ. എനിക്ക് ഉറപ്പാണ് എല്ലാവരും കണ്ടിട്ടുണ്ട്, അല്ലെ, എല്ലാവരും കണ്ടിട്ടുണ്ട്, എല്ലാവരും ഉപയോഗിച്ചിട്ടുമുള്ള ടൂളാണ് എന്ത്? ട്രൈ സ്ക്വയർ എന്ന് പറയുന്ന ഈ ചിത്രത്തിൽ കാണുന്ന ഒരു ടൂള്. ഈ ട്രൈ സ്ക്വയർ ഒരു പ്രിസിഷൻ ഇൻസ്ട്രുമെന്റ്, മെഷറിംഗ് എന്ന് പറയുന്നില്ല, പ്രിസിഷൻ ഇൻസ്ട്രുമെന്റ് വിച്ച് ഇസ് യൂസ്ഡ് ടു ചെക്ക് സ്ക്വയർനെസ്സും ഫ്ലാറ്റ്നെസ്സും ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ ഈ ഒരു ട്രൈ സ്ക്വയർ കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത്. അപ്പൊ എന്താണെന്നൊക്കെ നമുക്ക് നോക്കാം. അതിനു മുമ്പ് ട്രൈ സ്ക്വയറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ട്രൈ സ്ക്വയറിന് ഒരു ബ്ലേഡ് എന്ന് പറഞ്ഞിട്ടൊരു ഭാഗം ഉണ്ടാവും, ഒരു സ്റ്റോക്ക് എന്ന് പറഞ്ഞിട്ടൊരു ഭാഗമുണ്ട്. ഒരു സ്റ്റോക്ക് എന്ന് പറഞ്ഞിട്ടൊരു ഭാഗം ഉണ്ടാവും, ഒരു ബ്ലേഡ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഭാഗമുണ്ട്. ഒരു ബ്ലേഡ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഭാഗം ഉണ്ടാവും, ഒരു സ്റ്റോക്ക് എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഭാഗവും ഉണ്ടാവും. ഈ ബ്ലേഡും സ്റ്റോക്കും തമ്മിൽ പരസ്പരം 90 ഡിഗ്രി ആംഗിളിലായിരിക്കും എന്ത് ഉണ്ടാവുക? കണക്ട് ചെയ്യുന്നത്. ഈ ബ്ലേഡും സ്റ്റോക്കും തമ്മിൽ 90 ഡിഗ്രി ആംഗിളിലായിരിക്കും നമ്മൾ കണക്ട് ചെയ്യുന്നത്. എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. ആ ഭാഗങ്ങളുടെ പേരാണ് പറഞ്ഞത്. ട്രൈ സ്ക്വയറിന്റെ ഭാഗം ഒരു ബ്ലേഡ്, ഒരു സ്റ്റോക്ക്, പിന്നെ ഈ ഒരു ഭാഗം ഉണ്ടല്ലോ, ഞാൻ അപ്പൊ ഈ മാർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ ഒരു ഭാഗം, ഇത് നമ്മൾ എന്താ പേര് പറയുന്നത്? സ്ട്രെയിറ്റ് എഡ്ജ് എന്നാണ് പറയുന്നത്. നമ്മൾ എന്താ പേര് പറയുന്നത്? സ്ട്രെയിറ്റ് എഡ്ജ് എന്നുമാണ് പേര് പറയുന്നത്. ഈ ട്രൈ സ്ക്വയറിന്റെ ഉപയോഗങ്ങൾ എന്തൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സ്ക്വയർനെസ് ചെക്ക് ചെയ്യുക, ഫ്ലാറ്റ്നെസ് ചെക്ക് ചെയ്യുക, 90 ഡിഗ്രി ലൈനുകൾ മാർക്ക് ചെയ്യാൻ വേണ്ടി സഹായിക്കുക, വർക്ക് പീസുകൾ ബെഞ്ച് വൈസിന്റെ മുകളിലൊക്കെ 90 ഡിഗ്രിയിൽ സെറ്റ് ചെയ്യാൻ വേണ്ടി സഹായിക്കുക. എന്തൊക്കെയാണെന്ന് നോക്കാം. ആദ്യം നമുക്ക് നോക്കാം ട്രൈ സ്ക്വയറിന്റെ ആദ്യത്തെ ഉപയോഗം സ്ക്വയർനെസ് ചെക്ക് ചെയ്യാം. സ്ക്വയർനെസ് എല്ലാവരും, എനിക്ക് ഉറപ്പാണ്, നമ്മുടെ വർക്ക്ഷോപ്പിൽ ഡിപ്ലോമ ആയിക്കോട്ടെ, ബിടെക് ആയിക്കോട്ടെ, ITI ആയിക്കോട്ടെ, എന്തോ ആയിക്കോട്ടെ, നിങ്ങളെ ഫസ്റ്റ് ഇയറിൽ അല്ലെങ്കിൽ ഫസ്റ്റ് നമ്മുടെ വർക്ക്ഷോപ്പിൽ കയറി കഴിഞ്ഞാൽ ഫിറ്റിംഗ് ഷോപ്പിൽ കയറാത്തവർ ആരുമായിട്ട് നമ്മുടെ ഈ ക്ലാസ് കാണുന്നുണ്ടാവില്ല. അപ്പൊ അവിടെ നമ്മൾ ഒരു വർക്ക് പീസ് ഇങ്ങനെ ഫയൽ ചെയ്തിട്ട് കൃത്യമായിട്ട് അതിന്റെ ഈ ഒരു 90 ഡിഗ്രി കൃത്യമായിട്ടാണോ എന്ന് നോക്കും. ഇതിനെയാണ് എന്ത് പറയുന്നത്? സ്ക്വയർനെസ് എന്ന് പറയുന്നത്. സ്ക്വയർനെസ് ചെക്ക് ചെയ്യാം. സർഫസുകളുടെ സ്ക്വയർനെസ് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ട്രൈ സ്ക്വയറുകൾ സഹായിക്കുന്നു. അതേപോലെ തന്നെയാണ് സർഫസുകളുടെ ഫ്ലാറ്റ്നെസ് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ആര് സഹായിക്കുന്നു? നമ്മളുടെ ട്രൈ സ്ക്വയർ സഹായിക്കുന്നു. സർഫസുകളുടെ ഫ്ലാറ്റ്നെസ് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ആര് സഹായിക്കുന്നുണ്ട്? ട്രൈ സ്ക്വയർ സഹായിക്കുന്നുണ്ട് എന്ന് മനസ്സിലാക്കി വെക്കുക. അതേപോലെ തന്നെ നമ്മുടെ ഈ ഒരു എഡ്ജിന് എന്താ പറയാ, എഡ്ജിന് കണക്കാക്കിക്കൊണ്ട് 90 ഡിഗ്രി ലൈനുകൾ വരയ്ക്കണം എന്നുണ്ടെങ്കിൽ അവിടെയും നമ്മൾ എന്തിനും സഹായം തേടും? ട്രൈ സ്ക്വയറിന്റെ സഹായം തരും. ട്രൈ സ്ക്വയർ മാത്രം പോരാ, ട്രൈ സ്ക്വയർ റെഫറൻസ് ആയിട്ട് അവിടെ നിൽക്കും. ലൈന് മാർക്കാൻ നമുക്ക് എന്തും വേണ്ടി വരും? സ്ക്രൈബറും വേണ്ടി വരും. മാർക്ക് ലൈൻസ് അറ്റ് 90 ഡിഗ്രി ടു ദ എഡ്ജ് ഓഫ് വർക്ക് പീസ്. വർക്ക് പീസിന്റെ എഡ്ജിൽ കൃത്യമായി 90 ഡിഗ്രി ലൈനുകൾ മാർക്ക് ചെയ്യാനും ആര് സഹായിക്കുന്നു? നമ്മളുടെ ട്രൈ സ്ക്വയറുകൾ സഹായിക്കുന്നു. അതേപോലെ തന്നെ ഈ ചിത്രത്തിൽ കാണുന്ന ബെഞ്ച് വൈസിന്റെ മുകളിലേക്ക് വർക്ക് കൃത്യമായിട്ട് സെറ്റ് ചെയ്യാനും, ബെഞ്ച് വൈസിന്റെ മുകളിലേക്ക് വർക്ക് കൃത്യമായിട്ട് സെറ്റ് ചെയ്യാനും ആര് സഹായിക്കുന്നു? റൈറ്റ് ആംഗിളിൽ വർക്ക് ഹോൾഡിംഗ് ഡിവൈസിൽ വർക്ക് സെറ്റ് ചെയ്യാനും ആര് സഹായിക്കുന്നു? ട്രൈ സ്ക്വയറുകൾ സഹായിക്കുന്നു. അപ്പൊ ട്രൈ സ്ക്വയറിന്റെ ഉപയോഗം ഏതൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഫ്ലാറ്റ്നെസ് ചെക്ക് ചെയ്യാൻ ഉപയോഗിക്കാം, സ്ക്വയർനെസ് ചെക്ക് ചെയ്യാൻ ഉപയോഗിക്കാം, 90 ഡിഗ്രി ലൈനുകൾ മാർക്ക് ചെയ്യാൻ വേണ്ടി സഹായിക്കുന്നു. അതേപോലെ തന്നെ വർക്ക് പീസ് ബെഞ്ച് വൈസിലൊക്കെ കറക്റ്റ് 90 ഡിഗ്രി ആയിട്ട് സെറ്റ് ചെയ്യാനും ആര് സഹായിക്കുന്നുണ്ട്? ട്രൈ സ്ക്വയറുകൾ സഹായിക്കുന്നുണ്ട് എന്ന് മനസ്സിലാക്കി വെക്കുക. ട്രൈ സ്ക്വയറിനെ നിർമ്മിച്ചിരിക്കുന്നത് ഹാർഡൻഡ് സ്റ്റീൽ കൊണ്ടാണ്. ട്രൈ സ്ക്വയർസ് ആർ മെയ്ഡ് അപ്പ് ഓഫ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ട്രൈ സ്ക്വയറുകൾ നിർമ്മിച്ചിരിക്കുന്നത് ഹാർഡൻഡ് സ്റ്റീൽ കൊണ്ടാണ് എന്നും, ട്രൈ സ്ക്വയറുകൾ നിർമ്മിച്ചിരിക്കുന്നത് ഹാർഡൻഡ് സ്റ്റീൽ കൊണ്ടാണ് എന്നും. ട്രൈ സ്ക്വയറിന്റെ എങ്ങനെയാ സ്പെസിഫൈ? നമ്മളിപ്പോ ഒരു കടയിൽ പോയിട്ട് ഒരു ട്രൈ സ്ക്വയർ വാങ്ങിക്കണം എന്നുണ്ടെങ്കിൽ ട്രൈ സ്ക്വയർസ് ആർ സ്പെസിഫൈഡ് അക്കോർഡിംഗ് ടു ലെങ്ത് എന്നാ പറയാ. ട്രൈ സ്ക്വയറുകൾ കടയിൽ പോയി നമ്മൾ വാങ്ങിക്കുന്നത് ലെങ്ത് പറഞ്ഞിട്ടാണ്. ട്രൈ സ്ക്വയർസ് ആർ സ്പെസിഫൈഡ് അക്കോർഡിംഗ് ടു ദ ലെങ്ത്. അതേപോലെ തന്നെ ട്രൈ സ്ക്വയറിന്റെ സ്റ്റാൻഡേർഡ് ലെങ്ത് എന്ന് പറയുന്നത് 100 mm, 150 mm, 200 mm ഒക്കെയാണ് സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ലെങ്ത്. അല്ലാതെ 125 mm നീളമുള്ള ട്രൈ സ്ക്വയർ എന്ന് അങ്ങനെ സാധാരണഗതിയിൽ പറയാറില്ല. ബ്ലേഡിന്റെ നീളം വെച്ചിട്ടാണ് നമ്മൾ ട്രൈ സ്ക്വയറുകളെ സ്പെസിഫൈ ചെയ്യുന്നത്. 100 mm, 150 mm, 200 mm ഒക്കെയാണ് ട്രൈ സ്ക്വയറിന്റെ സ്റ്റാൻഡേർഡ് ലെങ്ത് ആയിട്ട് പറയുന്ന. ഉപയോഗങ്ങൾ പഠിക്കണം. സ്ക്വയർനെസ് ചെക്ക് ചെയ്യുക, ഫ്ലാറ്റ്നെസ് ചെക്ക് ചെയ്യുക, 90 ഡിഗ്രി ലൈനുകൾ മാർക്ക് ചെയ്യാൻ വേണ്ടി സഹായിക്കുക, വർക്ക് പീസ് 90 ഡിഗ്രിയിൽ സെറ്റ് ചെയ്യാൻ വേണ്ടി സഹായിക്കുക. ഇതൊക്കെയാണ് എന്തിന്റെ ഉപയോഗങ്ങളായിട്ട് പറയുന്നത്? നമ്മളുടെ ട്രൈ സ്ക്വയറിന്റെ ഉപയോഗങ്ങളായിട്ട് പറയുന്നത്. അപ്പൊ ട്രൈ സ്ക്വയർ പഞ്ച്, സ്ക്രാപ്പർ, സ്ക്രൈബർ, മാർക്കിംഗ് മീഡിയ, സ്ക്രൈബർ, പഞ്ച്, സ്ക്രാപ്പർ, അതേപോലെ തന്നെ ഇപ്പൊ ലാസ്റ്റ് ആയിട്ട് നമ്മൾ എന്താ പഠിച്ചത്? ഇപ്പൊ ലാസ്റ്റ് ആയിട്ട് നമ്മൾ പഠിച്ചത് നമ്മളുടെ ട്രൈ സ്ക്വയറും എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ടൂളുമാണ്. അപ്പൊ ഇത്രയും കാര്യങ്ങൾ നമ്മളിപ്പോ ഓൾറെഡി പഠിച്ച് കഴിഞ്ഞു. അങ്ങനെയാണെങ്കിൽ അടുത്തൊരു ഭാഗം നോക്കാം. അടുത്തൊരു ഭാഗം ഏതാണ്? ഡിവൈഡർ ആണ് അല്ലെ. അതായത് ചിത്രത്തിൽ കാണുന്ന ഏതാണ്? ഡിവൈഡർ എന്നറിയപ്പെടുന്ന ഒരു ടൂളാണ്. അതായത് ചിത്രത്തിൽ കാണുന്ന ടൂൾ ഏതാണ്? ഡിവൈഡേഴ്സ് എന്നറിയപ്പെടുന്ന ഒരു ടൂളാണ്. ഡിവൈഡേഴ്സ് ആർ യൂസ്ഡ് ഫോർ സ്ക്രൈബിംഗ് സർക്കിൾ വരയ്ക്കാൻ വേണ്ടി സഹായിക്കുന്ന ഒരു ടൂള് ഏതാ? ഡിവൈഡർ ആണ്. സർക്കിൾ വരയ്ക്കാൻ വേണ്ടി സഹായിക്കുന്ന ഒരു ടൂൾ ഏതാണ്? ഡിവൈഡർ ആണ്. അതേപോലെ തന്നെ എന്താ പറയുക, നമ്മളുടെ ഒരളവ്, അപ്പൊ ഫോർ എക്സാമ്പിൾ ഈ ഒരു എഡ്ജിൽ നിന്നും ഈ ഒരു പോയിന്റിലേക്കുള്ള അളവ്, ഈ ഒരു എഡ്ജിൽ നിന്നും
ഈ ഒരു പോയിന്റിലേക്കുള്ള അളവ് നമ്മൾ കൃത്യമായിട്ട് എടുക്കുന്നു. എന്നിട്ട് ഈ ഒരു ഡിവൈഡർ വെച്ചിട്ട് ആ അളവ് നമുക്ക് ഇങ്ങനെ ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റും. അതായത് ഇങ്ങനെ ഇവിടെ നിന്നുള്ള അളവ് അങ്ങനെ കുത്തി പോയി കഴിഞ്ഞാൽ ആ അളവ് നമുക്ക് എല്ലാ സ്ഥലത്തേക്കും ഇങ്ങനെ ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റും. അതായത് ഈ അളവ് കണ്ടോ, അപ്പൊ ഈ അളവ് ഇവിടുന്ന് എടുക്കുന്നു, അടുത്തത് ഇവിടെ മാർക്ക് ചെയ്യുന്നു. എന്നിട്ട് ഇവിടെ വെച്ചിട്ട് നമ്മൾ ഡിവൈഡറിന്റെ പോയിന്റ് കുത്തുന്നു, എന്നിട്ട് ഇവിടേക്ക് മാർക്ക് ചെയ്യുന്നു. അപ്പോൾ സ്റ്റെപ്പിംഗ് അല്ലെങ്കിൽ ട്രാൻസ്ഫറിങ് ഡിസ്റ്റൻസിനും അതേപോലെ തന്നെ എന്താ പറയുക ആർക്കുകള് അതേപോലെ ചെറിയ സർക്കിളുകളൊക്കെ വരയ്ക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ഉപയോഗിക്കാറുണ്ട്? ഡിവൈഡറുകൾ ഉപയോഗിക്കാറുണ്ട് എന്ന് മനസ്സിലാക്കി വെക്കാം. ഡിവൈഡറുകൾ നമ്മൾ സ്പെസിഫൈ ചെയ്യുന്നത് എന്ത് ഉപയോഗിച്ചിട്ടാണ്? ഡിവൈഡറുകൾ നമ്മൾ സ്പെസിഫൈ ചെയ്യുന്നത് ഡിവൈഡറിന്റെ ലെങ്ത് വെച്ചിട്ടാണ്. ഡിവൈഡറുകൾ നമ്മൾ സ്പെസിഫൈ ചെയ്യുന്നത് ഡിവൈഡറിന്റെ ലെങ്ത് വെച്ചിട്ടാണ്. അപ്പൊ ഡിവൈഡറും സത്യത്തിൽ ഒരു മാർക്കിംഗ് ടൂൾ എന്ന് വേണമെങ്കിൽ പറയാം അല്ലെ. മാർക്കിങ്ങും ഈ ഒരു ഡിവൈഡർ കൊണ്ട് നമുക്ക് നടക്കുന്നുണ്ട്. പക്ക ഒരു മാർക്കിംഗ് ടൂൾ അല്ലെങ്കിൽ പോലും മാർക്കിങ്ങിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ഉപയോഗിക്കുന്നുണ്ട്? ഡിവൈഡറുകൾ ഉപയോഗിക്കുന്നുണ്ട്. കാരണം ഇപ്പോൾ സർക്കിൾ നമ്മൾ ഒരു വർക്ക് പീസിന്റെ മുകളിൽ മാർക്ക് ചെയ്യണം, അവിടെ നമ്മൾ ഡിവൈഡർ ആണ് ഉപയോഗിക്കുക. അപ്പൊ ഡിവൈഡർ വേണമെങ്കിൽ നമുക്ക് എന്തായിട്ട് പറയാം? ഒരു മാർക്കിംഗ് ടൂൾ ആയിട്ട് പറയാം. ഡിവൈഡറുകളെ സ്പെസിഫൈ ചെയ്യുന്നത് ഡിവൈഡറുകളുടെ ലെങ്ത്തും അതേപോലെ തന്നെ അതിന്റെ ജോയിന്റിന്റെ ടൈപ്പും വെച്ചിട്ടാണ്. അപ്പൊ ഈ ചിത്രത്തിൽ കാണുന്ന ഒരു സ്പ്രിംഗ് ജോയിന്റ് ഡിവൈഡർ എന്ന് പറയും. ഇത് നമ്മളെ പണ്ട് കാലത്തൊക്കെ നമ്മുടെ എന്താ പറയുക ഇൻസ്ട്രുമെന്റ് ബോക്സ് ഇല്ലേ, നമ്മൾ എന്താ പറയുക 10ാം ക്ലാസ്സിലും 9ാം ക്ലാസ്സിലും ഒക്കെ പോകുന്ന സമയത്ത് പഠിക്കുന്ന സമയത്ത് കൊണ്ടുവന്ന ഇൻസ്ട്രുമെന്റ് ബോക്സിൽ അതിനകത്തുള്ള ഡിവൈഡർ നിങ്ങൾ കണ്ടിട്ടില്ലേ? അതിനകത്തുള്ള ഡിവൈഡർ ഇവിടെ ഒന്നും എന്താ പറയുക സ്പ്രിംഗ് പോലെയുള്ള ഭാഗമൊന്നും ഉണ്ടാവില്ല. അവിടെ കറക്റ്റ് ഒരു സ്ക്രൂ മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പൊ ഇതിനെ ഫേം ജോയിന്റ് ഡിവൈഡർ എന്ന് പറയാം. അപ്പൊ ഫേം ജോയിന്റ് ഡിവൈഡറുകളും ഉണ്ട്, അതേപോലെ തന്നെ എന്താണ് സ്പ്രിംഗ് ജോയിന്റ് ഡിവൈഡറുകളും മാർക്കറ്റിൽ അവൈലബിൾ ആണ്. സ്പ്രിംഗ് ജോയിന്റ് ഡിവൈഡറുകളും ഫേം ജോയിന്റ് ഡിവൈഡറുകളും മാർക്കറ്റിൽ അവൈലബിൾ ആണ്. ഡിവൈഡറുകൾ സ്പെസിഫൈ ചെയ്യുന്നത് ലെങ്ത്തും അതേപോലെ ജോയിന്റിന്റെ ടൈപ്പും വെച്ചിട്ടാണ്. ട്രൈ സ്ക്വയറുകളെ സ്പെസിഫൈ ചെയ്യുന്നത് എന്ത് വെച്ചിട്ടായിരുന്നു? ട്രൈ സ്ക്വയറുകളെ സ്പെസിഫൈ ചെയ്യുന്നത് നമ്മളുടെ ബ്ലേഡിന്റെ ലെങ്ത് വെച്ചിട്ടായിരുന്നു എന്നുണ്ടെങ്കിൽ ഡിവൈഡറുകളെ സ്പെസിഫൈ ചെയ്യുന്നത് ജോയിന്റിന്റെ ടൈപ്പും അതേപോലെ ഓവറാൾ ലെങ്ത്തും വെച്ചിട്ടാണ് എന്ന് മനസ്സിലാക്കി വെക്കുക. ദ സൈസ് ഓഫ് ഡിവൈഡേഴ്സ് റേഞ്ച് ഫ്രം 50 mm to 200 mm. 50 mm മുതൽ 200 mm വരെ, 50 mm മുതൽ 200 mm വരെ നീളത്തിലുള്ള 50 mm മുതൽ 200 mm വരെ നീളത്തിലുള്ള ഡിവൈഡറുകൾ മാർക്കറ്റിൽ അവൈലബിൾ ആണ് എന്ന് മനസ്സിലാക്കി വെക്കുക. നീളം നമ്മൾ കണക്കാക്കാതെ ഈ സെന്ററിൽ നിന്നും ഈ ഒരു സ്പ്രിംഗ് ജോയിന്റ് ഒക്കെ ആണെങ്കിൽ ഈ സെന്ററിൽ നിന്നും ഈ പോയിന്റ് വരെയുള്ള അകലമാണ് നമ്മൾ എന്തായിട്ട് കണക്കാക്കുക? ഡിവൈഡറിന്റെ നീളമായിട്ട് കണക്കാക്കുക. ഡിവൈഡറിന്റെ ലെങ്ത് വരുന്നത് 50 mm മുതൽ 200 mm വരെയാണ് എന്നും മനസ്സിലാക്കി വെക്കുക. ഡിവൈഡറിന്റെ ലെങ്ത് വരുന്നത് സ്റ്റാൻഡേർഡ് ലെങ്ത് വരുന്നത് 50 mm മുതൽ 200 mm ആണ് എന്നും മനസ്സിലാക്കി വെക്കുക. അടുത്തൊരു ടൂളാണ് ട്രാമൽ എന്നറിയപ്പെടുന്ന ഒരു ടൂൾ. അടുത്തൊരു ടൂളാണ് ട്രാമൽ എന്നറിയപ്പെടുന്ന ഒരു ടൂൾ. ട്രാമലും സത്യത്തിൽ ഒരു ഡിവൈഡർ പോലെ തന്നെയുള്ള ഒരു ഉപകരണമാണ്. ഇതിന് 2 പോയിന്റർ ഉണ്ടാവും. ഒരു പോയിന്റർ നമ്മൾ എന്ത് ചെയ്യുന്നു? വർക്ക് പീസിൽ ഇങ്ങനെ കുത്തി വെക്കുന്നു. പിന്നെ ഈ പോയിന്റ് നമുക്ക് സ്ലൈഡിങ് ഇങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നീക്കാൻ സാധിക്കും. നേരത്തെ ആ വീഡിയോയിൽ നിങ്ങൾ കണ്ടു, ചലിക്കുന്ന സമയത്ത് നിങ്ങൾ കണ്ടു നോക്കിയേ, ആ ഒരു ഭാഗം കണ്ടു, അങ്ങോട്ടും ഇങ്ങോട്ടും നീങ്ങാൻ പറ്റുന്നുണ്ട്. അപ്പൊ നമുക്ക് വളരെ ലാർജ് ഡയമീറ്ററുള്ള സർക്കിളുകളോ ആർക്കോ ഒക്കെ വരയ്ക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് ഒരിക്കലും ഡിവൈഡറിനെ കൊണ്ട് സാധ്യമാവുകയില്ല. അപ്പോ ലാർജ് ഡയമീറ്റർ സർക്കിളുകളും ആർക്കും ഒക്കെ വരയ്ക്കണമെന്നുണ്ടെങ്കിൽ ലാർജ് ഡയമീറ്റർ സർക്കിളും ആർക്കും ഒക്കെ വരയ്ക്കണമെന്നുണ്ടെങ്കിൽ അവിടെ നമ്മൾ ഉപയോഗിക്കുന്ന ടൂളാണ് ട്രാമൽ എന്നറിയപ്പെടുന്ന ടൂൾ. അപ്പൊ ലാർജ് ഡയമീറ്റർ സർക്കിളും ആർക്കും ഒക്കെ വരയ്ക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ അവിടെ ഉപയോഗിക്കുന്ന ടൂൾ ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ചിത്രത്തിൽ കാണുന്ന ട്രാമൽ എന്നറിയപ്പെടുന്ന ഈ ഒരു ടൂളാണ് ലാർജ് ഡയമീറ്റർ സർക്കിളുകളൊക്കെ വരയ്ക്കാൻ നമ്മളെ സഹായിക്കുന്നത് എന്ന് കൂടി മനസ്സിലാക്കുക. ഇനി കാലിപ്പറെ കുറിച്ചൊക്കെ പഠിക്കാണ്ട്. കാലിപ്പർ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാം, കാലിപ്പർ ബേസിക്കലി എന്താണ്? മെഷറിംഗ് ഇൻസ്ട്രുമെന്റ്സ് ആണ്. കാലിപ്പർ ബേസിക്കലി മെഷറിംഗ് ഇൻസ്ട്രുമെന്റ്സ് ആണ്. ഔട്ട്സൈഡ് കാലിപ്പർ ഉണ്ട്, ഇൻസൈഡ് കാലിപ്പർ ഉണ്ട്, അതേപോലെ തന്നെ ജെന്നി കാലിപ്പർ എന്ന് പറയുന്നത് അതൊരു മാർക്കിംഗ് ടൂൾ പോലുള്ള ഒരു ഉപകരണമാണ്. അതിനെ കുറിച്ചൊക്കെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് അടുത്ത ക്ലാസ്സുകളിലൊക്കെ നോക്കാം. അപ്പൊ നമുക്ക് ഇന്നത്തെ ക്ലാസ്സുമായി ബന്ധപ്പെട്ട കുറച്ച് ക്വസ്റ്റ്യൻസ്, വളരെ കുറച്ചേ ഉള്ളൂ, 1-2 ക്വസ്റ്റ്യൻസ് നോക്കാം. എന്താണ് ഇതിന്റെ ഉത്തരം? ഈ ഒരു ക്വസ്റ്റ്യൻ ഒന്ന് വായിച്ചു നോക്കി. ഇതൊക്കെ നമ്മുടെ PSC പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ആണ്. സിമ്പിൾ ക്വസ്റ്റ്യൻ അല്ലെ. വിച്ച് പഞ്ചസ് ആർ യൂസ്ഡ് ടു മേക്ക് ഡീപ്പർ വിറ്റ്നസ് മാർക്ക് ഓൺ സ്ക്രൈബ്ഡ് ലൈൻ. അതായത് ഓൾറെഡി നമ്മളൊരു ലൈൻ സ്ക്രൈബ് ചെയ്തിട്ടുണ്ടായിരുന്നു, അതിന്റെ മുകളിൽ ഡീപ്പർ ആയിട്ടുള്ള ആഴമേറിയ വിറ്റ്നസ് മാർക്കിംഗ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടും അതേപോലെ തന്നെ എന്താ പറയുക ഡ്രില്ലിങ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഒരു പോയിന്റ് കൃത്യമായിട്ട് മാർക്ക് ചെയ്യാനൊക്കെ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ടൂൾ ഏതാണെന്ന് ചോദിച്ചാൽ, ഉപയോഗിക്കുന്ന പഞ്ച് ഏതാണെന്ന് ചോദിച്ചാൽ എല്ലാവർക്കും അറിയാം, ഡീപ്പർ വിറ്റ്നസ് മാർക്കിങ്ങും ഡ്രില്ലിങ് ചെയ്യുന്നതിന് മുമ്പ്, ഡ്രില്ല് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പുമായിട്ട് കൊടുക്കുന്ന മാർക്കിംഗ് ഏതാണ്, അല്ലെങ്കിൽ അവിടെ ഉപയോഗിക്കുന്ന പഞ്ച് ഏതാണ്? സെൻട്രൽ പഞ്ചാണ് അല്ലെ. സെൻട്രൽ പഞ്ചിന്റെ പോയിന്റ് ആംഗിൾ എത്രയാണ്? 90 ഡിഗ്രി ആണ് എന്നും, പ്രിക് പഞ്ച് ആണെങ്കിലോ പ്രിക് പഞ്ചിന്റെ എത്രയാ? 30 മുതൽ 60 ഡിഗ്രി വരെയാണ് എന്നും മനസ്സിലാക്കി വെക്കുക. പ്രിക് പഞ്ചിന്റെ ഉപയോഗമാണ് പരീക്ഷയ്ക്ക് ക്വസ്റ്റ്യൻ ചോദിക്കുന്നുണ്ടെങ്കിൽ എങ്ങനെയാ ചോദിക്കുക? പ്രിക് പഞ്ചിന്റെ ഉപയോഗമാണ് പരീക്ഷയ്ക്ക് ക്വസ്റ്റ്യൻ ചോദിക്കുന്നുണ്ടെങ്കിൽ പ്രിക് പഞ്ചിന്റെ ഉപയോഗം വരുന്നത് എങ്ങനെയാണ്? പ്രിക് പഞ്ചിന്റെ ഉപയോഗം വളരെ കൃത്യമായിട്ട് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. പ്രിക് പഞ്ചിന്റെ ഉപയോഗം വരുന്നത് നമ്മളുടെ എന്താ പറയുക വിറ്റ്നസ് മാർക്കിംഗ് മാത്രം, ഡീപ്പർ വിറ്റ്നസ് മാർക്കിംഗ് ഒന്നും ഇല്ലെങ്കിൽ എന്താണ്? പ്രിക് പഞ്ച് ആണ് വരുന്നത്. പിൻ പഞ്ച് പിന്നുകളൊക്കെ പുറത്തേക്ക് ഊരിയെടുക്കാൻ വേണ്ടി പിൻ പഞ്ചുകൾ 5 പിൻ പഞ്ചുകളുടെ ഒരു സെറ്റ് ആയിട്ടാണ് അവൈലബിൾ ആവുക എന്നൊക്കെ നമ്മൾ
പഠിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെയാണെങ്കിൽ ഇതിന്റെ ഉത്തരം എന്താ? മെഷീൻ ഫിനിഷ്ഡ് സർഫസുകളിൽ, ഫയൽ ചെയ്ത സർഫസുകളിൽ, ഫിനിഷ്ഡ് ആയിട്ടുള്ള സർഫസുകളിലൊക്കെ നമ്മൾ ഉപയോഗിക്കുന്ന മാർക്കിംഗ് മീഡിയ ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഫിനിഷ്ഡ് ആയിട്ടുള്ള സർഫസുകളിൽ ഒക്കെ നമ്മൾ പ്രധാനമായിട്ട് ഉപയോഗിക്കുന്ന മാർക്കിംഗ് മീഡിയ ഏതാണ്? ഫിനിഷ്ഡ് ആയിട്ട് ഉപയോഗിക്കുന്ന സർഫസുകളിലൊക്കെ നമ്മൾ ഉപയോഗിക്കുന്ന മാർക്കിംഗ് മീഡിയ പർഷ്യൻ ബ്ലൂം ഉപയോഗിക്കാറുണ്ട്, കോപ്പർ സൾഫേറ്റ് ഉപയോഗിക്കാറുണ്ട്. അപ്പൊ ഉത്തരം ബോത്ത് എ ആൻഡ് ബി ആണ് ഉത്തരം. വൈറ്റ് വാഷ് അല്ല നമുക്ക് ഉറപ്പാ. വൈറ്റ് വാഷ് എവിടെ ഉപയോഗിക്കുന്നത്? റഫ് സർഫസിൽ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന മാർക്കിംഗ് മീഡിയ ആണ്. അപ്പൊ ചോദിച്ചിരിക്കുന്ന ക്വസ്റ്റ്യൻ ഫിനിഷ്ഡ് സർഫസിൽ ഉപയോഗിക്കുന്ന മാർക്കിംഗ് മീഡിയ ഏതാണ് ചോദിച്ചിരിക്കുന്നത്? പർഷ്യൻ ബ്ലൂവും കോപ്പർ സൾഫേറ്റും എന്താണ്? ഫിനിഷ്ഡ് സർഫസിൽ ഉപയോഗിക്കുന്ന മാർക്കിംഗ് മീഡിയ ആണ്. വൈറ്റ് വാഷ് റഫ് സർഫസിൽ ഉപയോഗിക്കുന്ന മാർക്കിംഗ് മീഡിയ ആണ്. അപ്പൊ ഉത്തരം ഓപ്ഷൻ ഡി ബോത്ത് എ ആൻഡ് ബി ആണ് വരുന്നത്. സ്മാൾ ഡയമീറ്റർ ഹോളുകളൊക്കെ ക്ലീൻ ചെയ്യുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്ന സ്ക്രാപ്പർ ഏതാണ്? ഇതൊന്നും ഞാൻ ഉണ്ടാക്കിയ ക്വസ്റ്റ്യൻ അല്ല, PSC പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ആണ്. വിച്ച് സ്ക്രാപ്പർ ഈസ് യൂസ്ഡ് ഫോർ സ്ക്രാപ്പിംഗ് സ്മാൾ ഡയമീറ്റർ ഹോൾ? ചെറിയ ഹോളുകളൊക്കെ ക്ലീൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ അവിടെ നമ്മൾ ഉപയോഗിക്കേണ്ട സ്ക്രാപ്പർ ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണ്? 3 സ്ക്വയർ സ്ക്രാപ്പ് ആണല്ലേ. 3 സ്ക്വയർ സ്ക്രാപ്പർ ആണ് ഉത്തരം വരുന്നത്. 3 സ്ക്വയർ സ്ക്രാപ്പർ ആണ് ഉത്തരം വരുന്നത്. ദാറ്റ് ഈസ് ഇൻ ട്രയാങ്കുലർ ക്രോസ് സെക്ഷൻ എന്ന് കൂടി മനസ്സിലാക്കി വെക്കുക. ഇതേപോലെ തന്നെ നമ്മൾ എന്താ പറയുക, ട്രൈ സ്ക്വയറിന്റെ മെറ്റീരിയലോ അതേപോലെ പഞ്ചിന്റെ മെറ്റീരിയലോ സ്ക്രൈബറിന്റെ മെറ്റീരിയലോ അതേപോലെ ഏത് ടൂൾ പഠിക്കുകയാണ്, ഞാൻ വീണ്ടും വീണ്ടും പറയുന്ന ഏതൊരു ടൂൾ നമ്മൾ പഠിക്കുകയാണെങ്കിലും അത് നിർമ്മിച്ചിരിക്കുന്ന മെറ്റീരിയൽ നിർബന്ധമായിട്ട് നിങ്ങൾ പഠിച്ചിരിക്കണം. അത് നിർമ്മിച്ചിരിക്കുന്ന മെറ്റീരിയൽ നിർബന്ധമായിട്ട് നിങ്ങൾ പഠിച്ചിരിക്കണം. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇവിടെ നോക്കിയേ, നമ്മൾ ഈ ഒരു ട്രൈസ്ക്വയറുമായി ബന്ധപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ ആണ്. വിച്ച് ഓഫ് ദി ഫോളോയിങ് ഇസ് നോട്ട് എ പാർട്ട് എന്ന് വെച്ചിരിക്കുന്നത്? ട്രൈസ്ക്വയറിന്റെ ഭാഗം അല്ലാത്തത് ഏതാണെന്ന് വെച്ചിരിക്കുന്നത്? താഴെ പറഞ്ഞതിൽ നോട്ട് എ പാർട്ട്, ട്രൈസ്ക്വയറിന്റെ ഭാഗം അല്ലാത്തത് ഏത്? സ്റ്റോക്ക് ട്രൈസ്ക്വയറിന്റെ ഭാഗമാണ്, ബ്ലേഡ് ട്രൈസ്ക്വയറിന്റെ ഭാഗമാണ്, സ്ട്രൈറ്റ് എഡ്ജ് എന്ന് പറയുന്നത് ഒരു പരിധി വരെ ട്രൈസ്ക്വയറിന്റെ ഭാഗമാണ്, ബേസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഭാഗം ട്രൈസ്ക്വയറിനില്ല. ഓപ്ഷൻ ഡി ആണ് ഉത്തരം വരുന്നത്. വിച്ച് ഓഫ് ദി ഫോളോയിങ് ഇസ് നോട്ട് എ പാർട്ട് ഓഫ് ട്രൈസ്ക്വയർ എന്ന് ചോദിച്ചാൽ ഉത്തരം ബേസ് ആണ് വരുന്നത് എന്ന് കൂടി മനസ്സിലാക്കി വെക്കുക. ജസ്റ്റ് ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യുന്നത് മാത്രം. അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കിയേ. വിച്ച് ഓഫ് ദി ഫോളോയിങ് ടൂൾ യൂസ്ഡ് ടു മാർക്ക് എ ലൈൻ അറ്റ് 90 ഡിഗ്രി ടു ദ എഡ്ജസ് ഓഫ് വർക്ക് പീസ്? വർക്ക് പീസിന്റെ എഡ്ജിന് എന്താ പറയാ, വർക്ക് പീസിന്റെ എഡ്ജിൽ നിന്ന് കറക്റ്റ് 90 ഡിഗ്രി ലൈനുകൾ മാർക്ക് ചെയ്യാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ടൂൾ ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ട്രൈസ്ക്വയറും വേണം, സ്ക്രൈബറും വേണം. അപ്പൊ ഉത്തരം ബോത്ത് എ ആൻഡ് ബി ആണ്. രണ്ടും ഉണ്ടെങ്കിലേ നടക്കുള്ളൂ. ഇനിയിപ്പോ ട്രൈസ്ക്വയർ സ്ക്രൈബർ ഏതെങ്കിലും ഒന്നാണെങ്കിൽ സ്ക്രൈബറോ ഏതാണെന്ന് വെച്ചാൽ അത് എഴുതാം. രണ്ടും ഉണ്ടെങ്കിൽ ബോത്ത് എ ആൻഡ് ബി ഉണ്ടോ എന്ന് നോക്കാം. ട്രൈസ്ക്വയറും അതേപോലെ തന്നെ എന്താണ് സ്ക്രൈബറും ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് 90 ഡിഗ്രി ലൈനുകളൊക്കെ മാർക്ക് ചെയ്യാൻ വേണ്ടി സാധിക്കുകയുള്ളൂ. അപ്പോൾ ഡിവൈഡറിന്റെ ഉപയോഗം നമ്മൾ പഠിച്ചു. അതേപോലെ തന്നെ എന്തായിരുന്നു, ഓരോ പഞ്ചുകളുടെയും ഉപയോഗം നമ്മൾ പഠിച്ചു. സ്ക്രാപ്പറിന്റെ ഉപയോഗം നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. അത്തരത്തിലുള്ള ഓരോ ടൂളുകളുടെയും ഉപയോഗവും കാര്യങ്ങളും നമ്മൾ വളരെ കൃത്യമായിട്ട് തന്നെ പഠിച്ചിട്ടുണ്ടായിരുന്നു. ഓക്കെ, അപ്പോൾ ഏതൊരു രീതിയിൽ ക്വസ്റ്റ്യൻ വന്നാലും നിങ്ങൾക്ക് എഴുതുവാൻ പറ്റണം. ഞാൻ വീണ്ടും വീണ്ടും പറയുന്നു, ഈ ഫിറ്റർ എക്സാം എന്ന് പറഞ്ഞാൽ അർത്ഥത്തിൽ അതെന്താ പറയുക, കോർ ആയിട്ടുള്ള ഒരു ടോപ്പിക് ആണ്, കോർ ആയിട്ടുള്ള ഒരു സബ്ജക്റ്റ് ആണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ഈ ഒരു തസ്തികയിലേക്ക് വേണ്ടി നന്നായിട്ട് പ്രിപ്പയർ ചെയ്യുക. ആത്മാർത്ഥമായിട്ട് നമ്മൾ ഈ ഒരു തസ്തികയ്ക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞാൽ ഒരുവിധപ്പെട്ട എല്ലാ മെക്കാനിക്കൽ റിലേറ്റഡ് എക്സാമുകളിലും ഇതുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരുപാട് ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട്. അപ്പോൾ ലിമിറ്റിവിറ്റി ടോളറൻസ് നമുക്ക് പഠിക്കാനുണ്ടാവും, ലെയ്ത്തുകളെ കുറിച്ച് നമുക്ക് പഠിക്കാനുണ്ടാവും, ഷേപ്പറിനെ കുറിച്ച് നമുക്ക് പഠിക്കാനുണ്ടാവും. എല്ലാ മെക്കാനിക്കൽ റിലേറ്റഡ് ആയിട്ടുള്ള പരീക്ഷകളും ഇത്തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ വന്ന് കാണാറുണ്ട്. അപ്പോൾ ആ ഭാഗങ്ങളിലൊക്കെയുള്ള ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് എളുപ്പത്തിൽ നന്നായിട്ട് പ്രിപ്പയർ ചെയ്യുന്ന ഒരാൾക്ക് ഭാവിയിലും ഇത് ഗുണമുണ്ടാകും എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. തീർച്ചയായിട്ടും നല്ല രീതിയിൽ തന്നെ എല്ലാവരും പ്രിപ്പയർ ചെയ്യുക. അപ്പൊ ഇത്തരത്തിലുള്ള മറ്റൊരു വീഡിയോയുമായി കാണുന്നവരെല്ലാവർക്കും ഗുഡ് ബൈ.